ടിനിച്ചേട്ടാ, ഉം. പക്രുച്ചേട്ടാ, എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കൂടുതലാണ്. അത് ഇത്തിരി കൂടി പോയില്ലേ? അല്ലല്ല, സത്യമായിട്ട് കൂടുതലാണെന്ന് ചേട്ടാ, പറഞ്ഞാ. സത്യമായിട്ട്. അല്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ചേട്ടൻ എന്താ സന്തോഷം? സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം. നിന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ആണോ ചേട്ടാ? ഷോ, എനിക്ക് വയ്യ. ഞാൻ ആദ്യമായിട്ട് ഒരു ടെലിവിഷനിൽ പോകുന്നത് ചേട്ടാ ഏഷ്യാനെറ്റിലായിരുന്നു. ഏഷ്യാനെറ്റിലാണ്. അത് തിരുവനന്തപുരം ആയതാണ് ചേട്ടാ. അപ്പോൾ അന്ന് എനിക്ക് ടി വി എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് എന്നെ അങ്ങോട്ട് വ്ളോഗൊക്കെ തുടങ്ങി 2 വർഷമായപ്പോൾ. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ വേറെ തന്നെ ഒരു ലോകമാണ് എൻ്റെ മുമ്പിലോട്ട് തുറന്നു വന്നത്. അപ്പോൾ ആ ലോകത്തിലെ 2 കിടിലങ്ങളാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അന്ന് ടിനിച്ചേട്ടനാണ് അന്ന് അവിടെ. ഞാനൊരു പാട്ട് പാടിയപ്പോൾ ആകെപ്പാടെ ചിരിച്ച ടിനിച്ചേട്ടനാണ്. ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടൻ അത്ര നല്ല ചിരിയല്ലായിരുന്നു. അതെന്താന്ന് പറയട്ടെ, ഒരാള് പുതിയത് വന്നെന്ന് പറയുമ്പോൾ പൊതുവെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും. അത് ഞാനൊക്കെ ഭയങ്കര ലൂസായിട്ട് ജീവിക്കുന്നവനാ. അതായത് അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരു ഇല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും വലിയ സ്റ്റാറാണ് വരുന്നത്. അല്ലല്ല, പ്രൊഡ്യൂസർ പറയുന്നു ഇവൻ ഭയങ്കര ഇതുള്ളതാണ്, ഇവൻ ഭയങ്കര വ്യൂസ് ഉള്ളതാണ്, അതുകൊണ്ട് ഈ ഷോന് ഭയങ്കര ഗുണമായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെയുള്ള മനു എന്ന് പറഞ്ഞാൽ അവൻ കാണിച്ചു തന്നു, കുറേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി എൻ്റെ മനസ്സിൽ കയറിയിരിക്കണേണ്. പിന്നെ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചില കഥാപാത്രങ്ങൾ കണ്ടാൽ ചിരിയേ വന്നുകൊണ്ടിരിക്കും. പിന്നെ നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം ഇവരൊന്നും പ്രശ്നമില്ല. എനിക്കറിയാം ശരിക്കും ഉള്ളിൽ ടെൻഷനായിരിക്കും ഇത്രയും ആൾക്കാർ, വലിയ ആൾക്കാർ. അവിടെ വന്നിട്ട് ആ പാടിയ പാട്ടും ഇതൊക്കെ, ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏത് പ്രോഗ്രാം ആയിരുന്നു? കോമഡി സ്റ്റാർസ് ആയിരുന്നു ചേട്ടാ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്നത്. അതിലെന്താ സ്റ്റാൻഡപ്പ് പോലെ അവര് മറ്റേ ഈ എല്ലാ എപ്പിസോഡിലും ഒരു ചെറിയ ഗസ്റ്റ് പോലെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ എത്രയായിരുന്നു ചേട്ടാ, അവിടെ ചെല്ലും, നീ എന്ത് വേണോ കാണിച്ചോ, വൈറലാവണ സാധനം. അപ്പൊ എന്നിട്ട് എന്നെ ഒരു കോസ്റ്റ്യൂം റൂമിൽ കൊണ്ട് നിർത്തിയിട്ടോ എന്ത് ഇടണം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശരി, ലുങ്കി ഇരിക്കുന്ന ലുങ്കി കൊടുക്കാം, ഒരു കറുത്ത ലുങ്കി കൊടുത്ത് ഒരു ഷർട്ട് ഇട്ട് എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച എന്തായാലും വൈറലാവാൻ വേണ്ടി ഒരു ഓട്ടോ ഓടിയാലോ എന്ന് വിചാരിച്ച് ഇവരെയൊക്കെ ചുറ്റും ഒരു 2 റൗണ്ട് ഓടി വിളിച്ചോണ്ട്. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ എന്തിനാണ് ഓടിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ അവിടെ വന്ന് നിന്ന് കിതച്ച് നിന്നപ്പോഴാണ് എന്താ ഒരു ഐഡിയ എന്നൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാധാരണ ആൾക്കാരുടെ അടുത്ത് എന്താ കഴിവുള്ളതെന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവും എനിക്കില്ല പറയാനായിട്ട്. ഈ ഓട്ടം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിയത്. എനിക്ക് ഓടാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എന്തും നമ്മൾ ചെയ്യുന്ന ആളാണെന്ന്. ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ബൈജുമേലും ഞാനും കൂടി ഇരുന്നു. ഞാൻ പറഞ്ഞു ഇവൻ ഉറപ്പായിട്ടും ആങ്കർ ആക്കിക്കോ. അപ്പോൾ പുള്ളിയും പറഞ്ഞു കറക്റ്റാണ് നീ പറഞ്ഞത്, അതൊരു ആങ്കർ ആവാൻ ഏറ്റവും, അതായത് പുതിയതാണ്, അറിയാൻ പാടില്ല എന്താ ചെയ്യണമെന്നുള്ളത്. ഇതൊക്കെ ഇതിലാണ് ചെയ്യണമെന്നെങ്കിലും, ഈ മൊബൈൽ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിലും ഇതൊരു ബിഗ് സ്ക്രീനിലേക്ക് വരാൻ കഴിവുള്ളൊരുത്തരാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് അടുത്ത ഇത് വരുമ്പോഴേക്കും കോമഡി സ്റ്റാർസ് തീർന്ന് ഈ മനോരമയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഇത് കറക്റ്റ് ആയിരുന്നു. എത്രയോ പേര് അവിടെ വന്നു, പക്ഷെ നമ്മൾ വേറെ ആരും പേരും പറഞ്ഞിട്ടില്ല. ബൈജുമേലിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചറിയാം. കറക്റ്റ് നമ്മളത് സ്പോട്ട് ചെയ്തു. ഇവൻ ഓക്കെയാണ്. ഒരുപാട് സന്തോഷം ചേട്ടാ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നതിൽ. എന്നിട്ട് അവിടെ ഒരു പാട്ടും പാടി കൊടുത്തായിരുന്നു. ആ പാട്ടിലാണ് ഞാൻ തകർന്നു പോയത്. ആണല്ലേ? പിന്നെ മണിമുറ്റത്താവണിപ്പന്തൽ. പക്രു ചേട്ടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ 2 പേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നൊരു അവസരം കിട്ടിയത് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാം പറയും എടാ OG കോംബോ ആണ്. അവരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവർ പണ്ട് കാലം മുതൽക്കേ ഉള്ളൊരു കെമിസ്ട്രിയാണ്. അവർ റൈവൽസായി തുടങ്ങി, പിന്നെ അതൊരു സുഹൃത്ത് ബന്ധത്തിലോട്ട് കടന്ന് ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ കാര്യമല്ല കേട്ടോ. നിങ്ങൾ 2 പേരും ഇപ്പോൾ പരിചയപ്പെട്ട് എത്ര വർഷമായി കാണും? 10-20 വർഷം. 20-25 വർഷം. 25-30 വർഷം. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ചേട്ടൻ ആദ്യം ഒരു കഥാപ്രസംഗം ചെയ്യുമായിരുന്നു. കഥാപ്രസംഗത്തിന് ശേഷമാണ് അതെ സലിംകുമാർ ഏട്ടൻ പറഞ്ഞത് പ്രമാണിച്ച് അല്ലേ? അല്ല, അങ്ങനെയല്ല സംഭവം. എന്താ വെച്ചാലേ, നമ്മള് സ്കൂൾ യുവജനോത്സവം അല്ല കോളേജ് യുവജനോത്സവം അത് MG യൂണിവേഴ്സിറ്റിയുടെ ഇതില്ല. അപ്പം ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് വന്നിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മിമിക്രിക്ക് മത്സരിക്കാൻ പോവാം. അതുവരെയും ഞാൻ മിമിക്രി ടച്ച് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ധൈര്യമില്ല. രണ്ടാമത് സ്കൂളിൽ നിന്ന് വിടണം. സ്കൂളിൽ നിന്ന് കിട്ടി, സ്കൂളിൽ നിന്ന് പോയി, അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പോൾ കോളേജായപ്പോൾ കോളേജിൽ അന്നേരത്തേക്ക് ഒരു ചെറിയ ജനകീയ കലയാണല്ലോ മിമിക്രി. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തൊരു മിമിക്രിയൊക്കെ സെറ്റ് ചെയ്ത് കോളേജിൽ നല്ല വിജയമായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് PDCക്ക് ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മഹാരാജാസിൽ എറണാകുളത്തായിരുന്നു ഇതിൻ്റെ യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുന്നത്. അവിടെ ഞങ്ങൾ പെർഫോമൻസ് ചെയ്തു.
ആ സമയത്ത് എല്ലാവരും ചേട്ടന്മാരാ. എല്ലാ ഞാനാണ് സീരിയൽസും. ഏറ്റവും കുഞ്ഞ്. ആ, അത് വരുന്നവരെല്ലാവരും ഭയങ്കര സ്റ്റാർസിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആ. അപ്പോൾ അങ്ങനെ എൻ്റെ എൻ മുട്ടെന്തോ തട്ടുവോ ആ ആ ഹലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളും കടന്നുപോയി. ആ. നടന്ന വഴിക്ക് കണ്ടില്ലായിരുന്നു പുള്ളി. അന്നേരം പുള്ളിക്ക് ഹൈറ്റൊക്കെ ഉണ്ടല്ലോ. ആ, ആ, ആ. അങ്ങനെ മത്സരം തുടങ്ങി. പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ സലിമിന് ഫസ്റ്റും സലിമേട്ടന് ഫസ്റ്റ്, ആ, എനിക്ക് സെക്കൻഡ്, ആ. ടിനി ടോം എന്ന് പറഞ്ഞ ഒരാൾക്ക് തേർഡ്. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫസ്റ്റ് 1-ാം സ്ഥാനക്കാരൻ 2-ാം സ്ഥാനക്കാരനെ എടുത്തു പിടിച്ചിട്ട് മനോരമയിലൊരു ഫോട്ടോയൊക്കെ വന്നു. ആ, 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 ആ. അങ്ങനെയാണ് ഞങ്ങളെ ഒരു പരിചയം. അപ്പോഴും ടിനിയായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഓ, ഇങ്ങനെ ഒരാൾക്ക് കിട്ടിയെന്നുള്ളത്. പക്ഷെ ടിനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എന്റെ മഹാരാജ് മുട്ടതല്ല, ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിക്കുന്നത്. ഓ, 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 ഓ. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹം ഈ മഹാരാജാസിൽ പഠിച്ചാൽ ആ, ഈ കലാപരമായിട്ടൊക്കെ ഭയങ്കര ഉയർച്ചയുണ്ടാവും. ഒരു അഭിവൃദ്ധി. ഒരു പ്രത്യേക സപ്പോർട്ടാണ് അവർ. ആ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഈ നമ്മുടെ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിരിക്കുക ആ. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട്. അത് സലിമേട്ടന്. ഓ, ആ അപ്പം എന്നോട് പറഞ്ഞു സലിമാറേട്ടൻ. ഞങ്ങളുടെ അവിടെ ഒരു കഥാപ്രസംഗം ചെയ്യാവോ ആ, അമ്പലത്തിൽ, പറവൂരൊരു അമ്പലത്തിൽ. ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഥയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ. അങ്ങനെ ഞാൻ അവിടെ പോയി ബുക്ക് ചെയ്തു, പ്രോഗ്രാം ആയി. അവിടെ പോയി കഥ പറഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥയെന്ന് പറഞ്ഞുണ്ടല്ലോ സീരിയസ് കഥയാണ്. ഏ? 3 മിനിറ്റിൽ 4 പേരെ കൊല്ലുകയും ഓ, അതുപോലെയുള്ള അപ്പോൾ അതെല്ലാം കൊടൂരമായ കഥയാണ്. കൊടൂരമായ കഥയാണ്. ആർക്കൊന്നും ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിമാരൊക്കെ ഫ്രണ്ടിൽ നിന്ന് കരയുക, കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മിമിക്രിയൊക്കെ വരുന്ന അല്ലെങ്കിൽ കുറച്ച് അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഥയും ആ, 1 മണിക്കൂർ മിമിക്സ് പരേഡുക. ആ. ഞങ്ങൾ 3 പേരെ അമ്മൻ അങ്ങനെ ഷിബുൻ കലാഭവൻ ഷാജോൻ്റെ ചേട്ടൻ ആ, ഷിബു, ഞങ്ങളിങ്ങനെ 3 പേരായിരുന്നു ആദ്യത്തെ ടീം. ആ, ആ, ആ. അങ്ങനെ മിമിക്രി പെർഫോമൻസ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല ഭയങ്കര ജനമാണ്. ഉം. അപ്പം സലിമേട്ടൻ്റെ അമ്പലത്തിലെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ചെറിയൊരു നിർദ്ദേശം തന്നു. ആ, കോമഡി ആയിരിക്കും നിങ്ങൾക്ക് വഴങ്ങുന്നത്, അത്ര സീരിയസ് വേണ്ട എന്നൊരു സാധനം പറഞ്ഞു. ആ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ശ്രമം നടത്തിയത്. ആ മിമിക്സ് പരേഡ് കൂടെ കയറ്റിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ കഥാപ്രസംഗം. അങ്ങനെയാണ് ഈ മിമിക്രി വന്നപ്പോഴാണ് ഈ ജനത്തിന് ഇത്രയും ഇതിനോട് ആവേശവും. ഞാൻ പറയുന്നതൊക്കെ കോമഡി എടുക്കും പെട്ടെന്ന് എടുക്കുമെന്നും സീരിയസിനേക്കാളും നല്ലത് കോമഡിയാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് തന്നെ ഉണ്ടായത് ആ സ്റ്റേജിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ കോമഡിയിലേക്ക് തിരിയുന്നത്. കോമഡിയിലേക്ക് തിരിയുന്നത്. പിന്നെ കോമഡി. ഞങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞതിന് ശേഷം ആ. കോമഡിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്റ്റേജ് പ്രോഗ്രാമുകളിലേക്ക് പോയി. അല്ല, നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? അതല്ലേ പറഞ്ഞത് ആദ്യം- യൂണിവേഴ്സിറ്റി. ഓ, അത് അവിടെ വെച്ച് കോമ്പറ്റീഷൻ അതല്ല, കഴിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. ആ. പിന്നെ പ്രോഗ്രാം ട്രൂപ്പുകളിലേക്കായി. ഉം. ഞങ്ങൾ തമ്മിൽ എന്ത് കോമ്പറ്റീഷൻ? ഇവനും കോമ്പറ്റീഷൻ ഇല്ല, എനിക്കും കോമ്പറ്റീഷൻ ഇല്ല. ആ. ഇവന് ഓപ്പോസിറ്റ് എനിക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ആ. ഇവൻ പോലീസ് ആവാൻ പറ്റില്ല, എനിക്ക് പറ്റും. ആ. ഇവൻ കള്ളനാവാൻ പറ്റും. ആ. പക്ഷെ ഞങ്ങൾ ഈ പോലീസും കള്ളനും എല്ലാം സ്കിറ്റുകൾ കളിച്ചു. ആ. ഞാൻ പോലീസും ഇവൻ കള്ളനുമായിട്ടുണ്ട്. നേരെ തിരിച്ച് അങ്ങനെ നമുക്ക് നമ്മുടെ കഥാപാത്രമാവല്ലോ ഇവിടെ. അതെ, അതെ, അതെ. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂപ്പുകളിലൂടെയാണ് ഞങ്ങൾ കാണുന്നത്. ആ. പിന്നീട് ആ ട്രൂപ്പ് കുറേ നസീർക്കയുടെ ട്രൂപ്പ്, നാഷിക്കയുടെ ട്രൂപ്പ്, അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒന്നിച്ചുള്ളൊരു യാത്ര. അത് ഒരു കഴിഞ്ഞപ്പോൾ റൂട്ട് മാപ്പ് തുടങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. അത് കഴിഞ്ഞപ്പം അന്ന് പോഡ്കാസ്റ്റ് ഇല്ലല്ലോ. ഇല്ല, അന്ന് പോഡ്കാസ്റ്റ് ഇല്ല. അന്ന് പോഡ്കാസ്റ്റ് ഇല്ല, ഉള്ളി ബ്രോഡ്കാസ്റ്റ് അതെ, ചാനൽ. അതെ. റിയാലിറ്റി ഷോ ചെയ്തത് ഞങ്ങളാണ്. അത് ചേട്ടാ, സത്യം ഞാൻ അതൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോ ഒരു മൂവിയിൽ വരാനോ അല്ലെങ്കിൽ ടെലിവിഷനിൽ വരാനോ ഒക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഫോൺ എടുത്ത് വെച്ചൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, കാണേണ്ടവരൊക്കെ എങ്ങനെയായാലും കാണും, അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ വളർന്നു വന്നൊരു സമയത്ത് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാ അത് ഈ അതിനകത്തോട്ട് വള്ളം തുഴയുന്ന പോലെ ഇഞ്ചോടിഞ്ചാ വള്ളം പോകുള്ളൂ. ആ. നമ്മൾ പുന്നമടക്കായൽ തുഴയില്ല, ഈ ചുണ്ടൻ വെള്ളം പോകുന്ന പോലെ. കാരണം നമുക്ക് ഈ യാത്ര മുഴുവൻ അനുഭവങ്ങളാണ് ജീവിതത്തിൽ, ഓരോരോ കാര്യങ്ങൾ. ഈ യാത്രകൾ, ഈ അമ്പലപ്പറമ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ വേദികളുണ്ടല്ലോ പല തരത്തിൽ, ചെറുതും വലുതുമായിട്ടുള്ളത്, വലിയ കാര്യം അങ്ങനെയുള്ള. അതുപോലെ തന്നെ നമ്മുടെ യാത്രകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ അന്ന് ഏഷ്യാനെറ്റിൽ നീ എങ്ങനെ വന്നത്? എന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് അല്ല, ഞാൻ പറഞ്ഞ എങ്ങനെ എത്തിയത്? വണ്ടിയിലല്ലേ? ആ, വണ്ടിയിലേട്ടാ, വണ്ടിയിൽ. നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങിയിട്ട് വെളുപ്പിനെ അവിടുന്ന് ട്രക്കർ ഉണ്ടാവും. പുളിയറക്കോണത്തോട്ട് ബസ്സൊന്നും ഇല്ല. ഏഷ്യാനെറ്റിലോട്ട് പോവാൻ. ആ, അപ്പൊ ട്രക്കറിൽ കയറിയിട്ട് അവിടെ ഇപ്പൊ- ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ റൂമിൽ കുളിച്ച് അങ്ങനെ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തെ പണിയത്. പിന്നെ വേറെ കാര്യമുണ്ട്. എനിക്കൊരു സഹായി ഇപ്പോൾ ഉണ്ട് എൻ്റെ കാര്യത്തിനും. ആ. ഞാനിങ്ങനെ ഒന്ന് കഴിച്ച് എനിക്ക് എന്ത് കാര്യം ചെയ്തു തരാൻ ഒരാൾ കൂടെ ഇപ്പം നിൽക്കും. ആഹാഹാഹാ. കാറുണ്ട്. ആ. അന്നെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വരെ KSRTC ബസ്സിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ. ഉഫ്. ഇരിക്കാൻ സ്ഥലം തന്നിട്ടില്ല. അല്ല ഇനി അവരെ കാണാഞ്ഞിട്ടാണെന്ന് നിൽക്കുമ്പോ എവിടെ പിടിക്കും? ആ, ആ. അയ്യോ ശരിയാണ്. മറ്റേ തൂണി പിടിച്ചിരിക്കേണ്ടി വരും അല്ലേ? എടാ പിടിക്കാനാണല്ലോ ബസ്സിൽ സ്ഥലമില്ലാത്ത എന്തെല്ലാം കമ്പിയും സീറ്റും ഇതെല്ലാം ഉണ്ട്. നീ എന്ത് ഇങ്ങനെ തുടങ്ങും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കളയും. അതിന് നമ്മൾ ഉത്തരം റെഡിയാക്കി വെച്ചോണം. കാർപ്പറ്റ് കിട്ടിയില്ലേ? അതെ അതെ. ആ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം പുള്ളി ഇട്ടിരുന്ന. ആ. അല്ല ഒന്ന് ഓർത്ത് വെക്ക്, ആ. നിന്ന് പോകുന്ന ഒരവസ്ഥ KSRTC-ൽ. ആ. പിന്നെ അപ്പോ കോട്ടയത്ത് നിന്ന് എൻ്റെ അച്ഛൻ കയറ്റി വിടും. ആ. ഞാൻ അങ്കമാലി പോയിട്ട് അത് അവിടെ നിന്ന് പിന്നെ യാത്രയായിരിക്കും. അപ്പൊ ഈ അങ്കമാലി കൊറിയർ ബസ് പോലെ സ്റ്റാൻഡിൽ അവിടെ നിന്ന് കയറ്റി വിടും, ഇവിടുന്ന് കളക്ട് ചെയ്ത് ഡെലിവറി കൊണ്ടുപോകും. എടുക്കും. ബാക്ക് സീറ്റിലിരുത്തും. ആഹാഹാഹാ. അവിടെ എത്തുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും, കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ യാത്ര ചെയ്യുന്നവര് ആ. അവരിറക്കി തരും അങ്ങനെയൊക്കെ. പക്ഷെ നല്ല എക്സ്പീരിയൻസ്, അതൊക്കെ പക്ഷെ നല്ലതാണ് ഇതുപോലെ നമുക്ക്. നമ്മളെ ബസ്സിൽ പിടിച്ച് കയറ്റുകയും ബസ്സിൽ ഇറക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വലിയ കൊട്ടേഷൻ ടീമുകളും ഏ? 3 മണിക്കൊക്കെ ആ. ആ, വെളുപ്പിന് എന്ന് ബന്ധങ്ങളാവും. ആഹാഹാ. എന്നെ പൊക്കിയൊക്കെ എടുത്ത് കയറ്റി ഇരുത്തി സീറ്റൊക്കെ ഇരുത്തി ഓക്കെ ആണല്ലോ. ആഹാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പേര്, ഞാൻ മിമിക്രിയൊക്കെ ചെയ്യുന്നു. മിടുക്കായിരുന്നു. എന്തായിരുന്നു? ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ചുമ്മാ അല്ലാതെ ഉള്ളു. എന്ത്? ചെറിയ വെട്ടും കുത്തും പരിപാടി. ആരേലും കളിയാക്കുവോ എന്തെങ്കിലും ചെയ്താൽ എന്നെ പറഞ്ഞാൽ മതി. അന്ന് മൊബൈൽ നമ്പർ ഒന്നുമില്ല. ആ. ഇവിടെ നമ്മളുണ്ടാവും. ഇവിടെ വന്നാൽ മതി. ഇന്ന ആളാന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ, ആൾക്കാര് നമ്മൾ പ്രതീക്ഷിക്കാത്ത അദൃശ്യമായ സ്ഥലത്തുനിന്നായിരിക്കും. സ്നേഹത്തിന്റെ കുറെ കാര്യങ്ങളില്ലേ, അതെ. അതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ ഇറങ്ങിയ ഉടനെ 3 ഓട്ടോറിക്ഷ വരും. ആ. അതിൽ എനിക്ക് പാകത്തിന് ആര് കൊണ്ട് നിർത്തുന്ന അതിൽ കയറും. ആ. കാരണം കയറാൻ പറ്റുന്ന ആ. വലിയ വണ്ടി ഈ ബാക്ക് പൊങ്ങിയത് എനിക്ക് എത്തത്തില്ല. ആഹാഹാ. ചെറിയതാന്ന് ചേതക്ക് ഇല്ല ആ. അത് ആ. അത് കയറുക. അപ്പൊ ഒത്തു ഒരു കിട്ടുന്ന വണ്ടി പടിയുള്ള ഒരെണ്ണം അല്ലേ? ഒരു പടി, മറ്റേതെന്ന് ആ. പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും അതെ ചാടിക്കാൻ. പൊങ്ങി. പക്ഷെ അവരറിയാവുന്നവരാണ് പിടിച്ച് കയറ്റി വെച്ചു. ഉം. അങ്ങനെ ഒരുപാട് നമ്മൾ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു റീലോ ആ. അല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് വൈറലാവും. അതെ എക്സ്പോഷർ ആവാൻ സോഷ്യൽ മീഡിയ മാത്രം മതി. അതെ. മാക്സിമം അവർക്ക് മൈലേജും സംഭവമൊക്കെ ഉണ്ടാവും. അന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല. നമ്മൾ ഉം. കലാലോകത്ത് പിച്ച വെച്ച് നടന്ന് ഓടി അലഞ്ഞ് അങ്ങനെ തന്നെ എത്തണം. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് അതിനൊരു ഒരു അനുഭവങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവും എപ്പോഴും. ആഹാഹാഹാ. പിൻബലം പിൻബലം ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പോ ചേട്ടന്റെ ആദ്യത്തെ ടെലിവിഷൻ അപ്പിയറൻസ് എപ്പോഴായിരുന്നു? ഇവന്റെ എപ്പോഴായിരിക്കും? അവിടെ ടിനിയുടെ കൂടെ തന്നെ ആദ്യം ഇവൻ ടെലിവിഷനിൽ സിനിമാ നടനായിട്ടാ ടിവിയിലേക്ക് വന്നേക്കണത്. ഓ ഓക്കെ. മനസ്സിലായില്ലേ? ആദ്യം സിനിമയിലാണ് അമ്പിളി ചേട്ടൻ. അമ്മ എന്ന പടമൊക്കെ ചെയ്തിട്ട് ആഹാഹാഹാ. പിന്നെ ടിവിയിൽ സിനിമാല എന്ന് പറഞ്ഞ പ്രോഗ്രാം, ആ. അതിലാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടായിരുന്നു ഏഷ്യാനെറ്റിലെ പിന്നെ ഏഷ്യാനെറ്റില്. അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഉം. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാം, ഒരു പുതിയ ഷോ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഇട്ട് തുടങ്ങുന്നതാണ് സവാരി. അതാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ ടി വിയിൽ വന്നിട്ടുള്ളത്. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിൽ വരുന്ന ഫ്ലോറിൽ വന്നിട്ട് ഇന്റർവ്യൂ കേരളത്തിലെ ആദ്യത്തെ ആൾക്കാർ. അപ്പം അന്ന് ഞാൻ ഈ ജേർണലിസ്റ്റ് മൈൻഡായിരുന്നു. എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾ, അന്ന് ഗൂഗിളും വിക്കിപീഡിയ ഒന്നും ഇല്ലാണ്ടാണ് ഇല്ല, ഒരാളെ ഇല്ല, കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ അതെ. വരുന്നതിന് മുമ്പ് 1 മണിക്കൂർ പുള്ളിയായിട്ടിരുന്ന് സംസാരിക്കും. ആ. എന്നിട്ട് ഫുൾ ചോദിക്കാനുള്ള കളക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ. അങ്ങനെ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കോമഡി സെക്ഷൻ ഉണ്ടായിരുന്നു, ടോം ആൻഡ് ബക്രു എന്നും പറഞ്ഞൊരു. അതിൽ തന്നെ ബിജുക്കുട്ടനെ നമ്മൾ കൊണ്ടുവന്നത്, കൊണ്ടുവരുന്നത്. മൂന്നാമതൊരാള്. ആഹാഹാഹാ. അപ്പം നമ്മുടെ കൂടെ വന്നവരെല്ലാവരും കയറി പോയിട്ടുണ്ട്. അതെ. അത് ശരിക്കും നമ്മൾ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വീഴും ലാസ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര എപ്പിസോഡ്, 5 എപ്പിസോഡ് 4 എപ്പിസോഡ് ഒരു ദിവസം എടുക്കും. ചെയ്യുന്ന പറഞ്ഞാൽ ഫുള്ള് ഒരു ഇന്റർവ്യൂ വരും, അതിൻ്റെ അകത്തൊരു കോമഡി പ്രോഗ്രാം വരും, ഒരെണ്ണം ഇവൻ്റെ പ്രത്യേക കഴിവുള്ള ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, അത് ചെയ്യണം. അങ്ങനെ 5 എപ്പിസോഡ് ആകുമ്പോഴേക്കും നമ്മൾ തളരും. കാരണം അവരുടെ പെർഫോമൻസ് മറ്റതൊക്കെ കഴിഞ്ഞിട്ട്. അത് എ സി ഇല്ല. എ സി ഇല്ല എന്ന് പറഞ്ഞാൽ സൗണ്ട് മാത്രമുണ്ട്. 3 AC വെച്ചിട്ട് വാടക മേടിക്കുന്നുണ്ട്. പക്ഷെ വേർത്ത് ഞാൻ കോട്ട ഇടണമെന്ന്, സൂട്ട് ഇടണത് ഫുള്ള് സ്വെറ്റായിട്ടുണ്ടാവും. ഈ 2-3 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം എങ്ങനെ പോയാലും അവിടെ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും, ഒരിക്കലും താഴോട്ട് വരില്ല. 4 കാലിലേ വീഴുള്ളൂ. ഇപ്പം നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വീഴില്ല. കാരണം സ്വന്തം പണി അറിയാം, സ്വന്തം വീടുണ്ടാക്കാൻ അറിയാം, അവൻ വഴി കിടക്കേണ്ടി വരില്ല. അപ്പം അതുപോലെ നമുക്ക് സ്വന്തം പണിയെടുക്കാൻ അറിയാം. ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മളൊരു വീടുണ്ടാക്കും. ഇപ്പം സിനിമയോ അയ്യോ സിനിമയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയല്ല, നമുക്ക് അന്ന് തീരുമാനിക്കാൻ പറ്റും, അന്ന് ഇത് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോഴും സ്റ്റേജും ടി വിയും സിനിമ ഒരുപോലെ കൊണ്ടുപോകണം. എന്താണ് ആ കണക്ഷൻ വിട്ടുപോരുത്. അതെ.
പിന്നെ ചേട്ടാ ഈ ഒരുപാട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കയറി വന്നുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാം ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് ആ ചെയ്യുന്ന തൊഴിലിനോട് അത്രമാത്രം അയ്യോ ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര തീർച്ചയായിട്ടും. അത് അങ്ങനെ ഉയർന്നു വരുന്നവരെ കണ്ട അവർക്കൊരു അനുകമ്പയും ഉണ്ട്. അയ്യോ ഭയങ്കരമായിട്ട് അതാണ് നമ്മൾ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500 ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി. 1500 ആർട്ടിസ്റ്റുകളെ. അവരെ അല്ല, കുടുംബങ്ങൾ അവരെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടല്ലേ. അതെ. മോട്ടിവേറ്റ് ചെയ്യല്ലേ. ആ നമ്മുടെ മുന്നിൽ വരുന്ന ഏത് കലാകാരനെയും നമ്മൾ ഒരിക്കലും നമ്മളെക്കാൾ കുറച്ച് കാണുന്നില്ല. 1500 നമ്മളെക്കാൾ 7500 സോറി. നമ്മളെക്കാൾ മികച്ച 7500. ആ പിന്നെ ഓ. 10 വർഷം ചെയ്തല്ലോ. നമ്മളെക്കാൾ മികച്ചവരായിട്ട് അവരെ നമ്മൾ ഉം. ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലല്ലോ. മോട്ടിവേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ മോൻ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. അതാണ് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അവരുടെ കഴിവ് നമുക്കും രസമാണ്. പിന്നെ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് ഭയങ്കര ആ. രസമുള്ള കാര്യമല്ലേ അതെ, കേട്ടോ. അതെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കാൻ ഓരോ പറ്റും. വ്യക്തി ഓരോ ജീവിതമല്ലേ. അതെ അതെ സത്യം. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം കേട്ടാ, പുറത്തു പോകും. ഉം. എനിക്ക് പുറത്ത് പോയിട്ട് ബ്ലോഗ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഉം. അപ്പോൾ ഇത് 2016 സമയമാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം. ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ സമയത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നല്ലേ. അല്ല കേട്ടോ, ഇത് ഞാൻ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ആ, എനിക്ക്. ഓ, ഓ. 2016 സമയത്ത് ഞാൻ ഉം. ടെക്നോ പാർക്കിൽ ഒരു ജോലിക്ക് കയറി. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് പറ്റാണ്ടായപ്പോൾ, കാരണം ശമ്പളം ഇല്ല. ഉം. ഞാൻ വലിയ ഡൽഹി പഠിച്ചിട്ടെന്നും പറഞ്ഞ് നാട്ടിൽ വന്ന് 1 ലക്ഷം രൂപയുടെ ജോലി അടിക്കാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ പൊസിഷനാണ് പോയത്. അപ്പോൾ അവരോട് നമുക്കൊരു ഡെവലപ്മെന്റ് ഇല്ല. ബിസിനസ്സും പ്രശ്നമാണ്. ചേട്ടാ അവിടെ ചെന്നപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അല്ല, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ നിനക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആവാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഡൽഹി പഠിച്ചൊക്കെ ഉപയോഗം വന്നു. അപ്പോൾ ഞാൻ വെച്ചു സാർ സാലറി ഇല്ല. അല്ല അതല്ല, പെട്രോൾ അടിക്കാൻ പൈസ തരും, പിന്നെ നീ എന്തെങ്കിലുമൊക്കെ ഈ സോഫ്റ്റ്വെയർ ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നീ വല്ല ഹോസ്പിറ്റൽസിലോ സ്കൂൾസിലോ ഒക്കെ പോയി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുകയാണെങ്കിൽ കമ്മീഷൻ. നിനക്ക് അതിൻ്റെ ഒരു 5% കമ്മീഷനും തരും. ഉം. മാസങ്ങളോളം നടന്ന് കേട്ടാ, മാസങ്ങളോളം നടന്ന് അവർ വന്ന് ഇരുത്തി കാര്യമായിട്ട് സംസാരിച്ച് ചായന്നൊന്നും വിടുന്നതല്ലാതെ ആരും സോഫ്റ്റ്വെയർ വാങ്ങണില്ല. പെട്രോൾ അടിച്ച് എൻ്റെ നട്ടെല്ലും ഒടിഞ്ഞ്. അപ്പൊ ഞാൻ മനസ്സിലായി ജോലി എനിക്ക് അല്ല ഇതുപോലുള്ള ആൾക്കാർ ഇപ്പോഴും മുന്നിലൊക്കെ വരാറില്ലേ. എന്റെ മുമ്പിലോ ഈ സോഫ്റ്റ്വെയർ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും അവരുടെ വേദന. ആ. ഞാൻ റെഫറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ആരെങ്കിലും. അപ്പോൾ അങ്ങനെ അതെനിക്ക് പറ്റാതെ നിർത്തി. ഞാൻ പഠിച്ചത് MBA ആയതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ബിസിനസ് തുടങ്ങിയതാണ് ഒരു കാർപ്പറ്റ് എക്സ്പോർട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് ഞാനൊരു ബ്ലോഗ് എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്ലോഗ് എഴുതുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജോലിയെ കഴിഞ്ഞ് ഓഫീസൊക്കെ ഷട്ടറൊക്കെ ഇട്ടിട്ട് നേരെ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ബീച്ചിലിരിക്കുന്ന ചേച്ചിയോ അല്ലെങ്കിൽ മീൻ വിറ്റുകൊണ്ടിരിക്കുന്ന മാമിയോ അല്ലെങ്കിൽ കടയിരിക്കുന്ന ചേട്ടനോ അവരുടെ അടുത്ത് പോയി ചുമ്മാ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോൾ അവരെന്താ തോന്നുകയാണെങ്കിൽ അവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം എനിക്ക് തരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുമല്ലോ. ഈ മൊത്ത സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് രാത്രി ഞാൻ ഇരുന്നൊരു കണ്ടന്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ബ്ലോഗിൽ അങ്ങ് ഇടും. അതാണ് ഞാൻ തുടക്കത്തിൽ ചെയ്തത്. അല്ല അതിന് വരുമാനം ഉണ്ടോ? ഇല്ല. വരുമാനം ഇല്ല, പക്ഷെ ചേട്ടാ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. 6 മാസം ഞാൻ എഴുതിയപ്പോൾ 100 പേരെ ഞാൻ എഴുതിയത് വായിച്ചു. 6 മാസത്തെ എഫേർട്ടിൽ 100 പേര് വായിച്ചു. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിൽ നമ്മൾ പണ്ട് എങ്ങനെയാണ് ഹൗ ടു അൺലോക്ക് മറ്റേ സാധനം ട്യൂട്ടോറിയൽ നോക്കാൻ കയറിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. കയറിയപ്പോൾ ഒരു ദിവസം ഒരു അമേരിക്കക്കാരൻ്റെ ഒരു വീഡിയോ കണ്ട്, അവൻ രാവിലെ എഴുന്നേക്കുന്നു, അവൻ പല്ലി തേക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, അവൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഇവ എന്തിന് തേങ്ങ ഇടയിൽ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ എന്തിനു കാണണമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാൻ നോക്കി കേട്ടാ. അപ്പം ഒരു ദിവസം കണ്ട് പിന്നെ കാണുമ്പം ഇവർ പിന്നെ റെക്കമെൻഡേഷൻ ഇടുമല്ലോ. അങ്ങനെ ഒരു 2-3 ദിവസം റെക്കമെൻഡേഷൻ വന്നപ്പോൾ ഞാൻ കണ്ടു നോക്കിയപ്പോൾ ചേട്ടാ കൊള്ളാം, ഇന്നെന്തേവാ മറ്റേ ഓഫീസിൽ പോകാത്തത്. ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങി, അവൻ്റെ ജീവിതമായിട്ടൊരു അട്രാക്ഷൻ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആരോ പോലൊരു ഫീല് വന്നു തുടങ്ങി. അപ്പം ഞാൻ നോക്കി നമ്മുടെ നാട്ടിൽ ഇത് ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടോ. മലയാളത്തിൽ അടിച്ചു നോക്കിയപ്പോൾ അന്ന് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞൊരു ട്രാവൽ ബ്ലോഗർ, ട്രാവൽ ഈറ്റ്, അതെ ഇപ്പോഴും ഉണ്ട്, സുജിത് ബ്രോ ഇപ്പോഴും ഉണ്ട്. അന്ന് സുജിത് ബ്രോയ്ക്ക് 12,000-20,000 സബ്സ്ക്രൈബേഴ്സ്. മലയാളം ടെക് എന്ന് പറഞ്ഞ വേറൊരു ചാനൽ, അതിനൊന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ഒരു 3-4 ചാനൽ, ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറഞ്ഞപ്പോൾ ഒരു 3-4 ചാനൽ, ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ ചോദിച്ചു ചേട്ടാ ഇതെന്താ കേരളത്തിൽ ആരും തുടങ്ങാത്തത്. അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ നിന്നും കടമൊക്കെ എടുത്ത് കുറച്ച് പൈസ വെച്ചൊരു iPhone 6s അങ്ങ് മേടിക്കണത്, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്. അങ്ങനെ അതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്യാമറ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാം.
എന്നും പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരുന്ന റൂട്ടിൽ ഒരു വീഡിയോ അങ്ങ് എടുത്ത ചേട്ടാ. ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് തുടങ്ങി ഈ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ 200 പേര് കണ്ടേക്കണം എൻ്റെ വീഡിയോ. 6 മാസം കൊണ്ട് എഴുതിയിട്ട് 100 പേര് വായിച്ചെടുത്ത് ഒരാഴ്ച ഒരു വീഡിയോ 200 പേര് കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ ദൈവമേ, ഈ ലോകത്ത് 200 പേർക്കപ്പം എന്നെ അറിയാം, എൻ്റെ ഈ മുഖം കണ്ടിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ എന്താ പിന്നെ 2-3 കൂടെ ഇടാന്ന്. അങ്ങനെയാണ് ചേട്ടാ ഞാൻ ഇതിനകത്ത് അറിയാതെ വന്ന് വീണതാ. അമ്മ സത്യമായിട്ട് നീ ഞാൻ അന്നത് നോക്കിയാ യൂട്യൂബിൽ ആ സായിപ്പിന്റെ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഇന്ന് ഇവിടെ ഇരിക്കില്ല. സത്യം അതാണ് ഒരു അല്ല, നിയോഗം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതിലേക്ക് നിയോഗമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ അത് ഞാൻ അത് പലപ്പോഴും ആലോചിക്കും. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡുമായിട്ട് മറ്റേ നാഗച്ചേച്ചി പറയുന്ന കണക്ക് നിനക്ക് എന്തെങ്കിലും കലാപരമായിട്ട് വല്ല കഴിവുണ്ടോടാ എന്ന് ചോദിക്കുന്ന ഡയറക്റ്റ് ഇതിന് ആപ്റ്റാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ഫീൽഡിൽ നിന്നേ വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്തോ ഒരു നിയോഗം പോലെ ഇവിടെ എത്തി. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ലെജൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. അതെൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് കേട്ടാ. ഓ, എനിക്ക് നീ തന്നെ എന്നെ ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. നീ ശരിക്കും നീ നിങ്ങളെ പോലെ എന്ന് പറയരുത്, ഇദ്ദേഹത്തെ പോലെയുള്ള legend. ഇദ്ദേഹത്തെ പോലുള്ള ലെജൻസ് എന്ന് എന്നെ പറയും ചേട്ടാ. അല്ല, ഞാൻ എനിക്ക് നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചരടുമേലുള്ള കളിയാണ്. ആ കടലിൽ ചാടിയിരിക്കണം, ഈ നീന്തി കയറാണ്ട് പറ്റില്ല. ആ ഇതിവിടെ നീന്തി തന്നെ നിൽക്കും. എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഫീൽഡ്. ആ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. ഓ യുറേക്ക ഫോബ്സിന്റെ ഒരു ഇന്റർവ്യൂവിന് ആ വന്നപ്പോൾ ഹാ 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 അവിടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ വലിയ സ്ക്രീനിലൊക്കെ വരേണ്ട പോലത്തെ ഒരാൾ. അന്ന് അങ്ങനെ മിമിക്രി അതൊന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒരു ആർട്ടിസ്റ്റാന്ന് മാത്രം പറഞ്ഞു. ആ അപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഓൾറെഡി സെലക്ഷൻ കിട്ടിയിട്ട് യുറേക്ക ഫോബ്സിന്റെ ഇതിൽ വേണ്ട, നിങ്ങൾ വേറെ ഇതുമായിട്ട് പോകാൻ പറഞ്ഞു. ആ അതാണ് ഫസ്റ്റ് കിട്ടിയൊരു ഇത്. യുറേക്ക ഫോബ്സിൽ ഞാനും ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, കിട്ടിയില്ല. കാരണം ആ സമയത്ത് ഇന്റർവ്യൂ വരുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് നോക്കും. ആ കാരണം കോളേജിന്റെ പഠനം ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ചേട്ടാ എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ലോ കംപ്ലീറ്റ് ചെയ്താണ്. പക്ഷെ 3-4 പേപ്പർ എടുക്കുന്നതിന് മുമ്പ് ഓ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നല്ല മാർക്കുണ്ട്. ആ അഡ്വക്കേറ്റിന് മനസ്സിലായി എനിക്ക് കൂടുതൽ പേപ്പർ എടുത്തിട്ട് കാര്യമില്ല. അല്ല, പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചേ, എനിക്ക് ഒരിക്കലും വക്കീൽ പണി ചേരില്ല. അത് എത്തിക്സ് നോക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. ആ ഒരു തെറ്റ് ചെയ്തവനെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഒരാൾ കൊന്നിട്ട് വന്നിട്ട് അയാൾ, അതെൻ്റെ മനസ്സ് അനുവദിക്കില്ല. എനിക്ക് ഭയങ്കര എന്താടാ മനസ്സ് ഭയങ്കര നിഷ്കളങ്കമാണ്. നിഷ്കളങ്കമാണ് മനസ്സ്. ഒരാൾ കുറ്റം ചെയ്ത് വന്നിട്ട് അയാളെ രക്ഷിക്കുക. ഇപ്പം എൻ്റെ അളിയൻ വലിയ വക്കീലാണ്, പക്ഷെ പുള്ളിയായിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തർക്കിക്കും പുള്ളി. ആ അത് ഹാ ഞാൻ അവർക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പോറില്ല. പക്ഷെ അവിടെ നമ്മൾ നുണകള് പറയേണ്ടി വരും. അത് നമുക്ക് പറ്റൂല. അത് എൻ്റെ ഇതൊക്കെ മാത്രമല്ല, ചേരില്ല. ചിലപ്പോൾ ഇവൻ വാദിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ജഡ്ജി ഇവനെതിരായിട്ട് ജഡ്ജ്മെന്റ് കൊടുത്താൽ ചിലപ്പോൾ ഇവൻ കയറി ഇടിക്കും. എന്നുള്ളൊരു പേടി. ഏ? അല്ല, കുറച്ച് ഷോർട്ട് പേടാണ് നമ്മൾ. ആ ചിലപ്പോൾ ഹാ ഹാ അന്യായം ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. അതിൽ അന്യായം കണ്ട ഇവനൊക്കെ വേണ്ടിയിട്ട് പ്രതികരിക്കും. ഒരുപാട് ഇടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ. അന്യായം കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഇത് കേട്ടോ, അന്യായം കാണുമ്പോഴാണ്. എൻ്റെ അടുത്ത് ഇതല്ല, പുറത്ത് നമ്മളിങ്ങനെ ചില ആൾക്കാർ ചെയ്യണോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നീതി ദേവത നമ്മളിലേക്ക് വരും. ആ ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ഏണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇഷ്ടം തലയിൽ? പോലെ ഒരു എന്നെ വെച്ച് തന്നെ ഏ എന്തോരം ഏണി പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അറിയും. ആണോ? ഈ മറ്റേ അത് ഞങ്ങൾ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞാണ്, ആ ചുരുക്കി പറയാം. ആ വേറൊന്നുമില്ല, വയറ്റിലൊരു ഭിക്ഷാടനത്തിന്റെ ഒരു കുട്ടി ആ ഇങ്ങനെ ചെവിന്ന് പുഴുക്കൾ വരുന്നൊരവസ്ഥയിൽ ഓ ഇത് അത് മനോരമ ഫ്രണ്ട് പേജിൽ വന്നതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ. വയറ്റിലേ നടന്ന ആ സംഭവമാണ്. വയറ്റിൽ ഇത് നടന്നതാണ്. എന്ന് ഒരു ഒരു കാലഘട്ടം. കുട്ടി ഇങ്ങനെ നമ്മുടെ അടുത്ത് അന്ന് ഭിക്ഷാടനം 2000 കയറി. ആ നിരോധിക്കുന്ന ആ ഓക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ, സമയമാണ്. ആ ഒരു ആ സമയമുണ്ട്. കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വയറ്റിലിങ്ങനെ ഈ കൊച്ചിനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറയുകയും ചെയ്തു, "ഓ, എന്ത് കഷ്ടമല്ലേ കുഞ്ഞെന്ന്" പിന്നെ പറയുകയും ചെയ്തു. ഒഴുകണ്. പിന്നെ നോക്കിയപ്പോഴേ ആ ഞാൻ നോക്കിയപ്പോൾ ഈ വണ്ടി ഇവൻ നേരെ കൊണ്ടുവന്നിട്ട് ആ ഇവിടെ തന്നെ കൊണ്ടുവന്നു, ജംഗ്ഷനിൽ തന്നെ ആ സിഗ്നലില്ലേ അവിടെ തന്നെ കൊണ്ടുവന്ന് മാറ്റി നിർത്തിയിട്ട് ഫോൺ വിളിക്കുന്ന ആരെയൊക്കെയോ ആ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ടീം ഇവിടെ വന്നു. അതായത് ഈ തെരുവിൽ അലയുന്ന കുട്ടികളെ രക്ഷിക്കുന്ന ആൾക്കാരാ വന്നത്. ആ ട്രാവലറിൽ വന്നു ആ ഹാ ഈ ഹാ കുട്ടിയെ പിടിച്ചു. ആ കുട്ടിയെ പിടിക്കുന്നപ്പോഴത്തേക്കിനും അവിടെ ഇവിടെ എല്ലാം നിന്ന വിസിൽ പലതരത്തിലുള്ള കുട്ടി. കച്ചവടക്കാർ വരിക. കാരണം ഓ ഇവരുടെ ആളാണ് ഈ കുഞ്ഞ്. ഇവരെ ഇതൊരു ഇവര് കൊണ്ട് ഇതൊരു ഇരുത്തിയിരിക്കുന്നതാണ്. വലിയൊരു വിങ്ങാ അത്. ആ ഹാ 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 അങ്ങനെ കൊച്ചിനെ അവർ കൈ കിട്ടിയത് കൊണ്ട് നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പനങ്ങാട് അപ്പോൾ സ്റ്റേഷനിൽ. നമ്മളല്ലേ ഇതൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഇതിന്റെ പുറകെ പോകാതിരിക്കാൻ പറ്റുമോ? അയ്യോ നോക്കിയപ്പോൾ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ തിണ്ണരിയിരിക്കുന്ന അവിടെ അകത്ത് ചോദ്യം ചെയ്യുന്നു. ആ പക്ഷെ ചുരുക്കം നമ്മൾ പറഞ്ഞ ഞെട്ടിപ്പോയിട്ട്, കാരണം സിനിമയിൽ പോലും നമ്മളിങ്ങനെ കഥയാണെന്ന് വിചാരിക്കും. ആ ഇത്രയും ഇതൊരു ഗ്യാങ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ആ കൊച്ചിനെ അവർക്ക് വേണം. ആ കൊച്ചിനെ അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടും താല്പര്യമില്ല. ആ
അവർക്ക് ഇതാണ് ഇഷ്ടം, ഇങ്ങനെയാണ് പോകേണ്ടത്. കൊച്ചുങ്ങളെ അവര് അങ്ങ് എന്നെ പഠിപ്പിച്ച് ഒരു ലോ വെച്ചേക്കാണ്. ഹൗസിൽ നിന്ന് തന്നെ വിളിച്ചു. ആ. ഇന്നൊരു ലോ ഹൗസിൽ നിന്നാണ് ആ കൊച്ചിന് വേണ്ടിയിട്ട് കുറേ പേര് ഇത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു മകളില്ലേ, ആ. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വക്കീലന്മാരാണ്. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വിളിച്ച് എത്തിക്സിനെതിരാണ് ചേട്ടന്റെ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അതിനെ വീണ്ടും തെരുവിലേക്ക് ഇറക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം? ഇല്ല, അവർക്ക് ഭയങ്കര ബാക്കിംഗ് ഉണ്ട് അവർക്ക്. പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവൻ്റെ പെങ്ങളുടെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ നോക്കി. അപ്പോൾ അതെ അതെ, തൊട്ടീന്ന് എടുത്തോണ്ട് പോയി ഒരുത്തൻ. ഇത് കേരളം തന്നെ. അല്ല ഇത് ഇത് അതുകൊണ്ടാണ് ഇത് കണക്റ്റഡ് മനോരമയിലെ ആണ്. ഫ്രണ്ട് പേജിൽ വന്നാണ് ഈ സംഭവം. കണക്ഷൻ സംഭവിച്ചിട്ട്, കാരണം അതും ഭിക്ഷാട മാഫിയുടെ ആള് തന്നെ. മാഫിയ എന്ന് പറഞ്ഞ ഭയങ്കര കണക്ഷൻ ഈ ഇതുവരെ. കുട്ടികളെ വെച്ചിട്ട് ഇത് ചെയ്യുന്ന അയാള് വന്നു, പക്ഷെ അയാളെ പിടിച്ചു നല്ല പിടിച്ചു കാര്യം. അയാളെ ശിക്ഷിച്ചു. അല്ല, എന്ത് കോടതി ശിക്ഷിച്ചു അവനെ. സംസാരിക്കണില്ല ഇയാള്. അയാളുടെ കയ്യിലും മുളക് എന്റെ പൊടി പെങ്ങള് കുറേ കണ്ടതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പെങ്ങള് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ കൊച്ചു പോകൂല. കൊച്ചിനെ എടുത്തോണ്ട് പോയനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പരിധി വരെ ഇത് കൺട്രോൾഡ് ആണെന്നും തോന്നുന്നല്ല ഇപ്പൊ കുട്ടികൾ അങ്ങനെ വളരെ ഭിക്ഷാടനമൊക്കെ കുറവാണ്. വളരെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പീഡനം എന്ന് പറഞ്ഞൊരു സംഭവം വന്നേക്കല്ലേ ഇപ്പൊ. എങ്ങനെയാട്ടാ? ഓരോ മണിക്കൂറിലും നമ്മൾ ലോകത്ത് ഓരോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മറ്റുള്ള ഡ്രഗ്സും മറ്റതൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ മൈൻഡിൽ പറ്റില്ല അത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇടക്കൊക്കെ നമുക്ക് ഇങ്ങനെ ആവേശം വന്നിട്ട് ചില പരിപാടികളിലൊക്കെ പോയിട്ട് അതിനെതിരെയൊക്കെ പ്രസംഗിക്കും. പിന്നെ വിചാരിക്കും ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഫോക്കസ് വേറെ അല്ലേ. നമ്മുടെ കരിയർ വേറെയാണ്. അതാണ്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടാ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇതാരും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അറിയാതെ പോകുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ റേപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് പൊങ്ങി വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് റിപ്പോർട്ടിങ് കൂടുതൽ വരികയാണ്. അത് പുറത്ത് ആൾക്കാർ അറിയുന്നത് ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത്. അങ്ങനെ ചെയ്യേണ്ട തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ എല്ലാ തരത്തിലും ഒരുപാട് മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടിങ് കൂടുതലുണ്ട്. എല്ലാം ഉണ്ടല്ലോ, പോസിറ്റീവും മൈനസും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ നമുക്ക് ഈ കുട്ടികളുടെയൊക്കെ കാര്യം വരുമ്പോൾ കുറച്ച് വല്ലാത്തൊരു ഫീൽ. കുട്ടികളെ ഒരു കാര്യമില്ല ഒന്നും അറിയാത്ത രോഷം വരും. ഒരു കുട്ടികളെ വേദനിപ്പിക്കും. ഒരു മൃഗത്തിനെ വേദനിപ്പിക്കുന്ന പോലും നമുക്ക് സഹിക്കില്ല. ഈ ഓൺലൈനിലൊക്കെ കാണുമ്പോഴല്ലേ ഞാൻ മാറ്റിക്കളയുള്ളൂ. കാരണം അവനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ പട്ടീനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുക, അതുപോലും കാണുമ്പോൾ നമുക്ക് ഒരു ഉള്ളിക്കുത്താൻ. അപ്പൊ അത് ജന്മന ഓരോരുത്തർക്കുള്ളതാണ് പ്രശ്നമാണത്. അതിലേക്ക് പോയാൽ അതൊരു ക്രിമിനൽ വാസന എന്ന് വേണമെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയാലേ അങ്ങനത്തെ ദേഷ്യം വരുന്നവർ അത് വിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വേറൊരു വശത്തേക്ക് പോകും. കാരണം നമ്മൾ പ്രതികരിച്ചു പോയാൽ ഭയങ്കര പ്രതികരണം. അതെ, അല്ല പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണുള്ളൂ. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഒക്കെ അത് വരാറുണ്ട്. വരും. അത് പിടിച്ചു വെക്കാൻ പറ്റാണ്ടാവും. ഞാൻ ഫക്രുചേട്ടനെയൊക്കെ വിളിക്കാതെ ഇടയ്ക്ക് ലൈവില്. എന്തിന് അല്ല എന്നെ കൂടെ കൊണ്ടുപോകാലോ. ഇവന് ഈ ലൈവിൽ പോകുന്ന എന്തിനാന്ന് വേറിലാവാം. ചേട്ടൻ ഇടയ്ക്കിടെ കയറി പോവാറുണ്ട് ചേട്ടാ. ഞാൻ എവിടെയൊക്കെ നമ്മൾ വീഡിയോ വരുമ്പോഴത്തേക്ക് ഉദ്ദേശിച്ചിട്ട് ചെയ്യണമെന്നല്ല, നമ്മളറിയാണ്ട് പോയി കയറി പോണാണ്. നല്ലതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം തിരിച്ചു വരുന്നത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അത് കാണുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ആൾക്കാർ കാണുന്നത്. ഭയങ്കരമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചോളൂ. അപ്പൊ അതിന് ചിലപ്പോ ലൈവിൽ വന്ന് പറയേണ്ടി വരും, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, എന്താ സംഭവിച്ചെന്നൊക്കെ ഉള്ളതല്ലേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നിങ്ങൾ പക്ഷെ അതിനെ റൂട്ട് മാറ്റി കൊണ്ടുപോയതാണ്. അത് ഈ അടുത്ത് ഏറ്റവും ഞാൻ ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ ഉള്ളവര് നമ്മൾ മിമിക്രി ആണല്ലോ, അനുകരിക്കാൻ പറയും. പക്ഷെ ഇപ്പോഴുള്ള മിമിക്രിക്കാർ ചെയ്യുന്ന പോലെയല്ല, ഞാൻ ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് മാറുകയാണ്. ടിനി ടോം സുരേഷ് ഗോപിയെ ട്രോളി അനുകരിച്ചെന്നല്ല പറയണത്. അവർ പറയും ഇന്ന് അനുകരിക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ജാടയെന്ന് പറയില്ലേ. നമ്മുടെ കയ്യിലുള്ളൊരു സ്കില്ല് അതാണല്ലോ. അപ്പോൾ അത് അനുകരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് നടന്നൊരു സംഭവം, അതായത് സിനിമയിലെ കുറേ ശബ്ദങ്ങളൊക്കെ അനുകരിച്ചതാണല്ലോ. അപ്പോൾ അന്ന് കാലത്ത് നടന്നൊരു സംഭവം എടുത്ത് നമ്മളത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതാണ്. പക്ഷെ അത് വേറെ രീതിയിലാണ് എഡിറ്റ് ചെയ്തിട്ട് ട്രോൾ ചെയ്താണ് ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് വിഷമമാണ്. കാരണം നമ്മൾ അത്രയും ബ്രദറായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ സിനിമയിലുള്ളവരൊക്കെ, വളരെ അടുത്തുള്ളവരാണ്. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇപ്പം ഇതില്ല, ഈ പരിപാടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നല്ല കോമഡിയ തമാശകളൊക്കെ പറയുക എന്നുള്ളതാണ്. ഒരു വ്യക്തി എടുക്കുമ്പോൾ അത് വ്യക്തിഹത്യയായിട്ട് മാറാണ്. അതെ, അല്ല അത് സത്യം പറഞ്ഞ അതൊരു പൊളിറ്റിക്കൽ വൽക്കരണവും അതിനകത്തുണ്ട് കേട്ടാ. അത് പൊളിറ്റിക്സിൽ ജാതിയൊക്കെ വരും, മതമൊക്കെ വരും.
ഇപ്പം ഞാൻ ഇവനിവിടെ എടുത്തിട്ട് ഞങ്ങൾ പണ്ട് ചെയ്ത പോലത്തെ കോമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനാരാണ് അവനെ പറയാൻ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ആറാട്ടണ്ണൻ, മറ്റേ പെരേര, ഇവരെയൊക്കെ പലരും നല്ല ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ഞാനോ ഇവനോ പറഞ്ഞാൽ അപ്പം തന്നെ പറയും അതിന് നമുക്ക് അവകാശമില്ല. അത് പറയാൻ ഇവരാരാണ്? വേറെ അവർക്കൊക്കെ പറയാം, പക്ഷെ നാട്ടുകാരെല്ലാം ചീത്ത വിളിക്കണ അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താ അവകാശം? അത് ചോദിക്കും. ഉം. അപ്പൊ ഭയങ്കര ലോകം ചെറുതായി നമുക്കൊന്ന് ഈ ചങ്ങലയിട്ടതുപോലെ ഉം. ഇവൻ പക്ഷെ അത് വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആ ചങ്ങല പൊട്ടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ചങ്ങലയുണ്ട്, പക്ഷെ പൊട്ടിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിക്കാറുണ്ട്. അതാണ് ആരോ നിന്റെ ചങ്ങലയ്ക്ക് ഒരിടയ്ക്ക് ചങ്ങല പൊട്ടിക്കുന്നുണ്ട് അതൊന്ന് എന്ന് പറഞ്ഞിട്ട്. അല്ല നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ആ. പ്രതികരണശേഷി എല്ലാവരിലും ഉണ്ടല്ലോ. എനിക്കും തോന്നാറുണ്ട് ഉം. ചില പല പല പ്രതികരിക്കണം എന്നൊക്കെ. കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം അതുകൊണ്ട് വലിയ ഒരു മാറ്റം സംഭവിക്കാൻ മാറ്റമൊന്നും പോകുന്നില്ല. ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഉം. ചിലരൊക്കെ നിങ്ങളെങ്കിലും അത് പറഞ്ഞല്ലോ എന്ന് പറയുന്നവരും ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം അപ്പോൾ ഉണ്ടാവുമെന്നുള്ള. പോസിറ്റീവ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഉം. പൊതുസമൂഹം കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയായിരിക്കും പോകുന്നത്. ഉം. ഇല്ലേ? ഒരു ഇഷ്യൂ എടുത്ത് നോക്കിയാൽ അതെ. തന്നെ നമുക്കത് കൃത്യമായിട്ട് അറിയാം. സിനിമയെ സിനിമയായിട്ട് കാണുന്നില്ല, സ്കിറ്റിനെ സ്കിറ്റായിട്ട് കാണുന്നില്ല, തമാശകളെ തമാശകളായിട്ട് കാണുന്നില്ല. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഏട്ടാ, നമ്മൾ പറയുന്നൊരു കാര്യം ചിലപ്പോൾ മൈനോറിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. അത് സത്യമാണെങ്കിൽ പോലും മെജോറിറ്റി നമുക്കെതിരാണെങ്കിൽ നമ്മൾ പറയുന്നത് റോങ് ആയിട്ട് അങ്ങ് ആയി Yes, മാറും. അതാണ് correct. അല്ലേ? അതെ. അത് നമ്മളിപ്പോൾ എത്ര സത്യമുള്ള കാര്യമാണ് പറയണമെങ്കിലും മെജോറിറ്റി ആൾക്കാർ അതിനെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ അവൻ പറയണത് റോങ് ആണ്. അതെ. അതെ, അങ്ങനെ ഒരു സാധനം ഞാൻ കാണാറുണ്ട്. ചേട്ടന് തോന്നിയിട്ടില്ലേ അത്? ഉണ്ട്. അതെ. അതുപോലെ തന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ള ഏട്ടാ, ഇപ്പോൾ ഈ ഒരുപാട് സിനിമാ നടന്മാർ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നുണ്ട്. പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അവരെ ആൾക്കാർ കാണുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനുപരി വേറെ എന്തൊക്കെയൊക്കെയോ അതിനകത്തങ്ങ് വന്ന് കയറും. കേറും. ഇല്ലേ? ഉണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിവിലേജസ് ഉണ്ട്, നമുക്ക് പ്രൈവസി, അതുപോലെ നമ്മൾ പ്രൈവസി ഉണ്ടോ? പ്രൈവസി നമ്മൾ ആർട്ടിസ്റ്റിൻ്റെതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട്. ഓക്കെ. എന്നുവെച്ചാൽ മറ്റ് പുറത്തുള്ള ആൾക്കാർ പെട്ടെന്ന് കയറി വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് ഒരു നമുക്ക് പൊളിറ്റീഷ്യനെ കിട്ടുന്നില്ല. വെച്ചൊക്കെ കമ്പയർ നമ്മളെ ചെയ്യുകയാണെങ്കിൽ. കിട്ടുകയാണെങ്കിൽ ആ. പൊളിറ്റിക്സിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് വേറൊരു ഉടുപ്പ് എടുത്തിട്ടിട്ട് വേണം ഇറങ്ങാൻ. രണ്ടും കൂടി നമ്മൾ ആർട്ടിസ്റ്റ് ആണ് merge ആവില്ല. എന്നുള്ള ഒരു മനസ്സോടുകൂടി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഉം. നമ്മൾ അവരിൽ ഒരാളായി മാറണം, എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഉദ്ഘാടനത്തിന് എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ മറ്റേ സിനിമാ ഉദ്ഘാടനത്തിന് കാശ് താരമാണ്, വയ്ക്കാൻ പറ്റില്ല. ഓ, പച്ചയ്ക്ക് പറഞ്ഞാല് സിനിമാ താരമാണെന്ന് പാർട്ടി ഫണ്ടിലോട്ട് പോകുമെന്ന്. ഇതെന്നോട് പറഞ്ഞ ആരാന്നറിയോ? ആ. ഇന്നസെന്റ്. ഇന്നസെന്റ് ഏട്ടൻ. ഓ. അത്രയും ക്ലോസ് ആണ് ഞങ്ങൾ ആയിരുന്നു. ആ. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പല പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം അത്, ആ. നമ്മൾ പലയിടത്തും നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നിടത്ത് പോലും നമ്മൾ അതുപോലെ സംസാരിച്ച് എങ്ങനെയും വരണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാലമുണ്ട്. പക്ഷേ ഒരു അത്യാവശ്യം ഒരു കാര്യത്തിന് നമ്മൾ ചെന്നേ പറ്റും. അല്ല, അവിടെ ഇവരാരും inauguration നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ആ. നമ്മൾ ചെന്ന് കയറി കൊടുക്കണം. അല്ല, ആ. ഇപ്പൊ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ചെരുപ്പ് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് വയ്ക്കാൻ പറ്റില്ല, പോയി ഉദ്ഘാടനം ചെയ്യണം. ഓ. സിനിമാക്കാരന് അതിന്റെ ഇതില്ല. ശ്മശാനത്തിന്റെ ഉദ്ഘാടനത്തിന് പോകും ഉം. ഇന്നസെന്റ് ഏട്ടൻ. അപ്പൊ പുള്ളി തന്നെ ചോദിക്കും അവിടെ ചെന്നിട്ട് എന്താണ് ഞാൻ പറയേണ്ടത്, കുറെ മരിക്കട്ടെ, ശവങ്ങൾ ഉണ്ടാവും, എന്താ പറയാ. ഉവ്വോ. ശ്മശാനത്തിന്റെ അവിടേക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഉദ്ഘാടനം. ആ. അവിടെ പോവുക, ആ. ചെയ്യുക, വരിക എന്നുള്ളൊരിത് അവിടെ മാത്രമേ നിന്ന് ഉള്ളൂ. നമ്മൾ വിളിക്കുമ്പോൾ പോകേണ്ട പിന്നെ ആവശ്യമില്ല. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇത്രയും കാലമായിട്ട് എല്ലാ നടന്മാർക്കും ഒരുവിധപ്പെട്ട മിക്ക കലാകാരന്മാർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്, ആ. ഉള്ളുകൊണ്ട്. അതെ. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെങ്കിലും ഉണ്ടാവും, ഒരു ആ. ഭരണകർത്താവ് ആരിലൊക്കെ ഉണ്ടാവും. അത് പക്ഷെ അത് നമുക്കിപ്പം നമ്മുടെ ഈ കലാലോകത്ത് അതും കൊണ്ട് നടന്ന് അതുമായിട്ട് സംസാരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതെ. കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുജനങ്ങളുടെ അല്ലേ, ഉം. എല്ലാവരെയും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണല്ലോ, ഉം. കുറച്ച് പേരെ ഇഷ്ടപ്പെടുന്നുള്ളെങ്കിൽ അതെന്തിനാ സ്പ്ലിറ്റായി പോകണത്? അവരെല്ലാവരും വരട്ടെ. അതെ. അതുകൊണ്ട് മാത്രം, അല്ലാതെ ഒരിക്കലും ഒരു പൊളിറ്റിക്സിനോടോ അല്ലെങ്കിൽ ആ ഒരു മേഖലയോടോ പൊളിറ്റിക്കൽ പവറിനോടൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഉം. പിന്നെ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ പൊളിറ്റിക്സിലേക്ക് വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ഉം. പേരെടുത്ത് പറഞ്ഞാൽ പലരും, സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ച് തന്നെയാണ്. സത്യം. മനസ്സിലായില്ല? ഉം. അത്രയും ഇപ്പോൾ അതിനൊരു ഹാർഡ് വർക്ക് പാർട്ടി ചെയ്യുന്നു. ആവശ്യമാണ്. ഉം. അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല.
അത് ഒരു പവറുള്ള ഒരു മാനുഷിക പാർട്ടി അല്ലെങ്കിൽ പരിഗണനയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഉം. അവർ വരുമ്പോൾ ഇനി സിനിമ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതിനാണെന്നുള്ളൊരു ആത്മവിശ്വാസവും ആത്മാർത്ഥതയോടും കൂടി തന്നെയാണ് എല്ലാവരും. നിക്കുന്നത്. ഞാൻ കുറേ പേരുകൾ പറഞ്ഞ ചില പേരുകൾ വിട്ടുപോകും. ആ. അതുകൊണ്ട് മാത്രം പറയാത്ത. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയുള്ള പലരും ഈ രംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരിക്കലും ഒരു പൈസ അല്ല ഉണ്ടാക്കാനല്ല. ഒരു പവറിനോ അതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ആ. ആയിരിക്കില്ല. കാരണം അതിനേക്കാൾ സുഖമായിട്ട് കാശുണ്ടാക്കുന്ന മേഖലയാണ് സിനിമ. സിനിമ. അതെ. അത്രേ ഉള്ളൂ. ഉഫ്. അല്ല, ചേട്ടന് ഞാൻ സുരേഷിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആ. ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രി 3 ലക്ഷം രൂപയുള്ളൂ ശമ്പളം ആ. ഒരു മാസം. ആ 3 ലക്ഷം രൂപയും പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. ഓ. അത് ചാരിറ്റി അത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അപ്പൊ പുള്ളി യൂട്ടിലൈസ് ഒരു ചെയ്തതാണ്. സിനിമ സൈൻ ചെയ്യണമെങ്കിൽ ഒരു മാസം ഒരു 8 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. ഉം. അപ്പൊ അത് കളഞ്ഞിട്ടാണല്ലോ ഇതൊരു ശരിക്കും ഒരു സന്യാസ തുല്യമായിട്ടാണ്. അതെ. അത് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്ത് ചെയ്യണ്ട. ആ. പഞ്ചായത്തിന്റെ കാശുണ്ടാവും, MP ഫണ്ടോ MLA ഫണ്ട് ഉണ്ടാവും. ആ. ഈ പുള്ളി അഭിനയിക്കണ കാശ് കൊടുത്ത്. അതെ. അപ്പൊ അത് സേവനം എന്നുള്ള ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ. ഞാൻ പറയുമ്പോൾ സേവനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉം. നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും അതെ, ചെയ്യണം അതെ. എന്നുള്ള ബാക്കി അതിയായ ബാക്കി എല്ലാ ലക്ഷറിയും കഴിഞ്ഞതല്ലേ പുള്ളി. അതെ. സൂപ്പർ സ്റ്റാർ പദവി, അതിന്റെ സത്യം. ലക്ഷറി എന്താന്ന് അനുഭവിച്ചു. ഇതിപ്പോ അതെ. കഷ്ടപ്പാടല്ലേ, വെയിലത്ത് ഇതൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ വിളിക്കുന്ന ദിവസം. ഈ പിന്നെ ആരുടെയൊക്കെ വായിരിക്കണത് കേൾക്കണം ചേട്ടാ. ചില കമന്റ് സെഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ തലവേദന. എന്തിനാൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. 15 ദിവസം ഡൽഹിയിൽ വേണം പുള്ളി. ആ. പിന്നെ 15 ദിവസം ഇവിടെ ഉള്ളതിൽ ഒരാഴ്ച 7 ദിവസത്തിൽ 3 ദിവസമാണ് അവധി. ഉം. ഈ 3 ദിവസത്തിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകണം, ഒരു ഉം. ദിവസം പാർട്ടിയുടെ പരിപാടി പങ്കെടുക്കണം, ഉം. ഒരു ദിവസം ജനങ്ങളുടെ അടുത്ത് പോകണം. അപ്പൊ പിന്നെ അന്നും തിരക്കാണ്. എന്തിനാ അത്ര കഷ്ടപ്പെട്ടിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഈ സിനിമ മതിയല്ലേ എന്ന്. അതല്ലേ അതെ. സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മൾ അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ 100% മാത്രം നമ്മുടെ നാടിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നത്. രാഷ്ട്രീയ കാലത്ത് നമ്മൾ ഒരു 2 കല്യാണം ഒരു ദിവസം കൂടി വെക്കും, നമ്മൾ അവശതയും. ആ. ഒരു ദിവസം എത്ര കല്യാണങ്ങളും എത്ര ഇതും. എല്ലാ രാഷ്ട്രീയക്കാരും കാര്യം പറയണത്. ഇവിടെ നിന്ന് ഉം. വണ്ടിയിൽ യാത്ര ചെയ്യുക, നമ്മുടെ റോട്ടിൽ കൂടി. അവർക്ക് ഏറ്റവും നല്ല ലക്ഷറിയസ് കാറാണ് അവർക്ക് വേണ്ടത്. അത് ഉം. പറ്റൂല അവർക്ക്. അത് ഉം. അഴിമതി എന്ന് പറഞ്ഞ് വേറെ ഇതിലേക്ക് വരും. അവർക്കിപ്പോൾ ഒരു സാധാരണ ഒരു ഇപ്പോൾ ഇനോവ വരെയൊക്കെ പോവുള്ളൂ. ഉം. അതിനേക്കാൾ ഇപ്പോൾ ഒരു ഏറ്റവും നല്ല കാർ ബെൻസിൽ യാത്ര ചെയ്യേണ്ടവരാണ് അവർ. കാരണം ശരീരം മൊത്തം ഇത് തന്നെയല്ലേ പരിപാടി. കാലത്ത് പിന്നെ ഉദ്ഘാടനം, അതുപോലെ വെയിലും ഇത് അതൊരു ഹരമായി മാറും കേട്ടോ. ഉമ്മൻചാണ്ടി സാറൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ. ഉം. അത് വേറൊരു ലൈഫ് സ്റ്റൈലാണ്. ഉം. നമ്മളുമായിട്ട് ഈ ഒരു അല്ല, ഫീൽഡുമായിട്ട് സിനിമയായിട്ട് കമ്പാരിസൺ ഇല്ല, ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ ആ പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ കുറച്ച് മിനിസ്റ്റേഴ്സിനെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നിന്നിലുള്ളൊരു സിംഹം ഒളിച്ചിരിപ്പുണ്ട്. അയ്യോ. അത് എപ്പോഴാണ് പുറത്തിയാടുന്നതെന്ന് പറയാൻ പറ്റും. അല്ല, അതെന്താ പറയാ, അത് വർക്കൗട്ട് ആവണമെങ്കിൽ നല്ലൊരു പാർട്ടിയുടെ ഒപ്പം നിൽക്കാണ്ട് പവർ ഇല്ലാണ്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റക്ക് നിന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അത് മറ്റേ കടലില് കുമ്മായം കലക്കണ പോലെ പോകും. അറിയാൻ പറ്റില്ല, ആരും അറിയില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ ചേട്ടാ ഞാൻ ആലോചിക്കണത് ചേട്ടാ, ഇപ്പോൾ നമ്മൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാടിന് വേണ്ടി നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ യൂസഫ് പറ്റില്ലേ? അലി സാറൊക്കെ ചെയ്യുന്നു, യൂസഫ് അലി സാറൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. അതെ നീ അങ്ങനെ നല്ല ഒരു- കാശ് ഉണ്ടാക്കാം, എന്നിട്ട് ഞങ്ങളൊക്കെ സഹായിക്കും. നാടിന് വേണ്ടി എന്നുള്ളതല്ല. നാവ് പൊന്നായിരിക്കട്ടെ, എനിക്കൊരു സിനിമ എടുക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യണോ? നമുക്കപ്പോ സിനിമയിലേക്ക് വരാം. അതെ, നമ്മള് രാഷ്ട്രീയം വിട്ടിട്ട് വല്ലാണ്ട് സിനിമയിലേക്ക് വരാം. രാഷ്ട്രീയത്തിലായി. ഇപ്പൊ ഈ ഒരു സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ഏരിയ കൂടെ പോയതുകൊണ്ട് ചോദിക്കണം കേട്ടാ. മുകേഷ് ഏട്ടന് പിടിവിട്ടു പോയ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പാതിരാത്രി ആരും ഫോൺ വിളിച്ചപ്പോഴത്തേക്കും പാവം കയ്യിൽ നിന്ന് പോയിട്ട് അന്തസ്സ് അന്തസ്സുണ്ടോ വേണം ഇവിടെ. ആ സാധനം കയ്യിൽ നിന്ന് പോയതാണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം പാവം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതേ കണക്ക് പ്രാന്തെടുത്തിട്ട് പണ്ടൊന്നും എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് 5 എപ്പിസോഡും ഒരു സെലിബ്രേഷനും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 12-1 മണിയാകുമ്പോൾ ഒന്നും തല വെക്കുന്നത്. അപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് വരാം. MLA ആണ്, എപ്പോഴും എടുക്കാണ്ടിരിക്കാനും പറ്റില്ല. അതെ. അയ്യോ, അതാ പറഞ്ഞത്, ഇത് രണ്ടും കൂടി മെർജാൻ ഭയങ്കര പണിയാണെന്ന്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പോയ സിറ്റുവേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ആ ആദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മള് മനഃപൂർവ്വം തേജോവധം ചെയ്യണം, അത്രക്ക് നെഗറ്റീവായിട്ട് നമ്മൾ ക്രിറ്റിസിസം ചെയ്യുന്നത് എനിക്ക് പ്രശ്നമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ 1-2 പിന്നെ ഞാൻ എൻ്റെ അടുത്ത് മിഥുൻ നമ്മുടെ ആങ്കർ പറഞ്ഞു, ചേട്ടൻ എത്രയും നല്ല ഇത് ആശംസകൾ പറയുന്നു, അവർക്കൊരു ലൈക്ക് കൊടുക്കുക, ഈ ചീത്ത പറയുന്നവരുടെ പിന്നാലെ. അത് ഭയങ്കര ഒരു നല്ലൊരു പോയിന്റ്. നല്ലൊരു 1000 പോസിറ്റീവ് കമന്റ് ഇടുന്നാലും 2 നെഗറ്റീവ് കമന്റിലായിരിക്കും നമ്മളെ കണ്ണ് നടക്കണം. അത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവിലേക്ക് പോകാതെ നമ്മൾ എന്തോരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമന്റ് ഇടണമെന്നില്ല. പുറത്തിറങ്ങുന്നവരൊക്കെ എന്നെയും ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ വിളിക്കും ചിലര്. വിളിച്ചിട്ട് അവര് നല്ല ആഘോഷത്തിലായിരിക്കും. അക്രുവേ എന്നൊക്കെ പറഞ്ഞു അടിച്ച് എന്നാ ഉണ്ട്, ഉറങ്ങുമായിരുന്നോ? അങ്ങനെ അതേ ചേട്ടാ. അപ്പൊ ക്ഷമയെന്ന് പറയുന്നത് നടക്കുള്ളൂ. കാരണം നമ്മൾ ഒന്നുകിൽ
റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ആ. റെസ്പോണ്ട് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്തു. അവര് വഴക്കുണ്ടാകും. അവർക്ക് ഒരു എന്താ പറയുന്നത്, ഭയങ്കര മനസ്സ് വേദനിക്കും. നെഗറ്റീവ് ആക്കാതെ ഉം. വെക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഞാൻ ഒരു തവണ അതിന് പ്രതികരിച്ചു. അതായത് രാത്രി 2 മണിക്ക് എൻ്റെ ഒരു മിമിക്രി കാണിക്കുമെന്ന്. ഏ? ആ രാത്രി 2 മണിക്ക് കണ്ടിട്ടോ? വിളിച്ചിട്ട് ഒരു മിമിക്രി കാണിക്കും അതൊക്കെ കേട്ടോ. ചൊറിയാൻ ചൊറിയാനാണ്. ആണാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. അപ്പൊ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച്. അപ്പൊ ഇവനെ പിടിക്കണമെന്ന് തോന്നി. അങ്ങനെ പിടിച്ച് അവിടെ സൈബർ സെല്ലിൽ പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞപ്പോ ഈ ചെക്കൻ്റെ അടുത്ത് അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ട് വന്നു. 4-5 നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. ഇവനെ വിളിച്ചു കഴിഞ്ഞ് ഇവിടെ സൈബർ സെല്ലിൽ കൊണ്ടുവന്നു ആലുവയിൽ. അപ്പൊ ഇന്നസെന്റ് ഏട്ടനെ ഇവൻ വിളിക്കുന്നുണ്ട് ആ സമയത്ത്. ഇന്ദ്രൻസ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. പിന്നെ കൈലാഷിന. ഇവന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ വരണം എന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അവന് വയ്യ. അപ്പൊ അവന് ദേഷ്യമാണ്. അപ്പൊ അവൻ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു അവൻ മാനസികമായിട്ട് എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവനെ പിടിച്ച് അവിടെ ഇട്ടിട്ട് എന്തിനാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ മാനസിക രോഗികളായിരിക്കും, തൊഴിലില്ലായ്മയായിരിക്കും. അപ്പൊ അതങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ള മനസ്സിലായി. കാരണം 2-3 പേരെ ഇതുപോലെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെല്ലാം പാവങ്ങളാണ്. അവരുടെ അവരോട് തന്നെയുള്ള നമ്മൾ ഏതെങ്കിലും പ്രശസ്തരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതിടുന്നത് ഉണ്ടാവില്ല. ഒരു ഗാനമേളൊക്കെ പാട്ട് പാടുന്നവൻ പോലും അങ്ങനത്തെ കമന്റ് ഇടില്ല. കാരണം അവന് ജോലിയുണ്ട്, അവന് ഇതുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ഇടുന്നവർ പാവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് അവരുടെ ഒരു സക്സസ് ആവാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഇപ്പൊ നീ എങ്ങനെയാണ്, ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാർത്തിക് സൂര്യ. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സ്റ്റാർ ഉണ്ടായി വരികയാണ്. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്രു ചെറുപ്പം ബോൺ ആർട്ടിസ്റ്റാണ് ചെറുപ്പം മുതൽ. ഞാൻ ആഗ്രഹിച്ച വന്നത്. ഞാൻ ജനിച്ച പാട്ട് ഇതൊന്നും അല്ല. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മിമിക്രി കോമ്പറ്റീഷനൊക്കെ പോയി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോവുക. നമ്മൾ മറ്റുള്ളവരിൽ അസൂയപ്പെട്ടും കുശുമ്പ് വിട്ടും അവന് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അതിന് പകരം നമ്മൾ വേറൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കാർത്തിക് സൂര്യ എൻ്റെ മുന്നിൽ ഒരു സ്റ്റാറാണ് അന്ന് വരുമ്പോൾ. കാരണം ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കുക സ്വന്തമായിട്ടേ. സ്വന്തം ഇതിനാണ് ഞാൻ നമ്മളെ കാണുന്നത്. ഇപ്പോൾ 3.5 കോടി മലയാളികൾ കാണുന്നുണ്ടാവും. പക്ഷെ എൻ്റെ സ്വന്തം അല്ല അവർ. എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വന്ന ആൾക്കാരും ഇൻസ്റ്റയിലൊക്കെ ഉള്ളവരല്ലേ. അത് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് നീ അന്നേ ഉണ്ടാക്കി. യൂട്യൂബിലും ഫാൻസും ചെയ്യുന്ന കാര്യങ്ങൾ ആരും ഉപദ്രവിക്കുന്നുമില്ല, തമാശകളാണ്. അപ്പോൾ ഒരാളെ വേദനിപ്പിക്കുന്ന ഇത് നമ്മൾ ചെയ്യരുത് ഒരിക്കലും. ഇപ്പോൾ നമ്മൾ ഒരു സിനിമയാണെങ്കിൽ തന്നെ അതിൻ്റെ ചെറിയ കുറവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഭയങ്കര തേജോവധം ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിട്ട് അത് നെഗറ്റീവായിട്ട് നമുക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് തിരിച്ചു വരും. വേദനിക്കുന്നില്ല ഒരാൾ. അത് നമ്മളൊരാളെ വേദനിപ്പിച്ചാൽ തിരിച്ച് നമുക്ക് വന്നിരിക്കും. അപ്പോൾ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ ഒരാൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. പക്രു എന്ന് പറഞ്ഞ ആൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. ടിനി ടോമും വേദനിപ്പിച്ചിട്ടില്ല. നമ്മൾ തല്ലുപിടിക്കുമ്പോൾ അതല്ല. അതപ്പം തന്നെ ഇതല്ലാതെ നമ്മൾ ഒരാളെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക. ഒരാളെ ഇപ്പം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇപ്പം സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ കോമഡി ചെയ്യുമ്പോൾ ഒരാൾക്ക് വേദനിക്കുക എന്നുള്ളതാണ് സത്യം. നമ്മള് പണ്ടൊക്കെ നമ്മള് മനസ്സ് തുറന്ന് പല പറഞ്ഞുകൊണ്ടിരുന്ന തമാശകളും ഇപ്പൊ പറയുന്നതിന് വേണ്ടി നമ്മളൊരു 10 വട്ടം ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഷോയിൽ വന്നത് ഞാൻ തമാശ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അയ്യോ ആണോ? കഴിഞ്ഞ നമ്മുടെ ഞാൻ ഞെട്ടിപ്പോയി. ഇവരുടെയൊക്കെ മൈൻഡ് ഇങ്ങനെയായ. അപ്പം ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു അവൻ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അവനെ വേദനിപ്പിച്ചു. അവന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫുൾ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. നമ്മൾ തമാശയെന്ന് ഉദ്ദേശിക്കുന്നത് ചിലരുടെ മനസ്സിൽ 10 വട്ടം ഇപ്പൊ നമ്മൾ ചിന്തിക്കണം. അന്ന് ഇതേ കണക്ക് തമാശക്ക് പറഞ്ഞതാണോ? മറ്റേ ബാലച്ചേട്ടൻ്റെ അത് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അല്ല, അത് പിഷാരിന്റെ എൻ്റെ അടുത്ത് കുത്തി ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് വൈറലായി. അത് പക്ഷെ ഒരു 1.5 വൈറലായി. ബാലയ്ക്ക് ആദ്യം ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അത് അവന് പ്ലസ് ആയി മാറുന്നു എന്നുള്ളതുകൊണ്ട് ബാല അത് ബിസിനസ് ആക്കി എടുത്തു. പിന്നെ പുള്ളി ഇടക്കിടക്ക് ഓരോ പരിപാടികളായിട്ട് പറഞ്ഞിടയ്ക്ക് നീ ചെന്നിരുന്നെങ്കിൽ അല്ല ഇതിന് ഭയങ്കര അല്ല ഞാൻ വിളിച്ചിട്ട് അയ്യോ എന്റെ വൈഫ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നു, എന്റെ ഫാമിലിയിൽ വന്നിരിക്കുന്ന ഇത് നിങ്ങൾ മാറ്റുമോ. ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര തെറ്റാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഭയങ്കരമായി പിന്നെ അത് പുള്ളി അത് ആസ്വദിക്കാൻ തുടങ്ങി. പുള്ളി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ MT വേണമെന്ന്. പിന്നെ സ്റ്റേജില് ബാല ചെല്ലുമ്പോ ഈ ഡയലോഗ് പറയാൻ ആൾക്കാര് പറയും സംഭവം പറയാനൊക്കെ പറയും. എൻജോയ്മെന്റ് ആയി. അല്ല, അങ്ങനെ കുറെ കഥകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കേട്ടാവും എന്നുള്ളത്. ചിരിച്ച് ചാവുന്ന കഥകളുണ്ട്. ഷാരിയുടെ അടുത്ത് പോകുമ്പോൾ പറയിപ്പിക്കും എങ്ങനെയെങ്കിലും പുറത്തെടുക്കുക. അവൻ അത് എടുക്കാൻ നല്ല മിടുക്കനാ. തേനീച്ചാണ് അവൻ. നല്ല മധു നുകരുന്നവനാ. ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നൊന്നുമില്ല. പൂവി പോയിരിക്കും, അതിന്റെ അകത്ത് മധുരം എടുത്തോണ്ടിരും. അങ്ങനെ അതിനും എടുക്കണ. അത് കഴിയുമ്പോ അതെ, പൂവ് ആടുന്നൊന്നും നോക്കൂല.
അയ്യോ, പിഷാടി ചേട്ടനായിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം? ഐ മീൻ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത് പിഷാടി ചേട്ടനെ? അവരുടെയൊക്കെ നമ്മുടെ പിന്നാലെ വന്ന ആൾക്കാരല്ലേ. ആ, എനിക്ക് തോന്നുന്നത് ചേട്ടൻ കോട്ടയം നസീർക്കയുടെ ഒക്കെ ആ ട്രൂപ്പില് ട്രൂപ്പിൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. കോട്ടയം നസീർക്ക് ഇടയ്ക്ക് ഒറ്റ കഥ പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോൾ കേട്ടാലും ചിരിക്കുന്ന ഒരു സാധനമാണ്. ഉറങ്ങി കിടന്നിട്ട് വീണ്ടും ഉറങ്ങി കിടന്നിട്ട് അതിങ്ങനെ അന്ന് ബസ്സിലും ഇതിലൊക്കെയാണല്ലോ യാത്ര. അപ്പൊ ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ പുള്ളി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ, നീ എനിക്ക് പാരയോടാ. അതായത് വളർത്തണോ വെട്ടണോ ഇങ്ങനെ ഉള്ള ചിന്തയിൽ ഇരിക്കണ പുള്ളി. അന്ന് പ്രോഗ്രാമിന് എനിക്ക് 2 പ്രോഗ്രാം 300 രൂപയാണ് ഒരു പരിപാടിക്ക് 600 രൂപ തന്നേക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞ് പുള്ളിക്ക് സ്ഥിരം പ്രോഗ്രാം ഇങ്ങനെ കാശിന്റെ കെട്ടുകൾ കോട്ടയം നസീർക്ക് ഒരു ലെജൻഡ് പിന്നെ ആണല്ലേ. പുള്ളി ഇപ്പൊ ഞാൻ പറഞ്ഞ അബീക്കായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനുശേഷം കോട്ടയം നസീറിന്റെ ആ പവർ സ്റ്റേജിൽ ഓരോ ഇത് ചെയ്യും, അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നസീർക്ക് ഇങ്ങനെ 2 പ്രോഗ്രാമിന്റെ കാശ് ഞാൻ പറഞ്ഞത് 2 പരിപാടി ആണോ കാശെന്ന് പോയി എന്നൊക്കെ പറഞ്ഞ പുള്ളി തകർന്നു. ഒരു കമാൻഡിങ് പവർ ഉണ്ട്. ഇല്ല, അത് മാത്രമല്ല പുള്ളി സ്റ്റേജിൽ വന്ന് നിന്നിട്ട് വൺ മാൻ ഷോ ചെയ്യുമ്പോൾ ഉള്ള ഒരു പഞ്ചുണ്ട് നടന്മാരെ അനുകരിക്കുമ്പോൾ ഓഡിയൻസിൽ നിന്നുള്ളത്. പിന്നെ പുള്ളി ഒരു പെയിന്ററാണ്, കണ്ണൊക്കെ അത്രയും പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് ആ ആർട്ടിസ്റ്റ് പുള്ളിയുടെ എല്ലാത്തിനും അതിന്റെ ഒരു വൃത്തി ഉണ്ടാവും. നമ്മളൊക്കെ മറ്റേ പടം വരച്ചിട്ട് മറ്റേ പൊടിയിടൂലേ, അതുപോലെ ഇടുന്ന ആളാണ്. ആൾക്കാരെ കണ്ടില്ല. ഇവനൊന്ന് ലാലേട്ടനൊക്കെ ചെയ്യും. ചെയ്യുന്ന സമയത്ത് ഇവനെങ്ങനെ നസീർക്ക് ഭയങ്കര പെർഫെക്ഷൻ്റെ ആളല്ലേ. ഇവൻ എന്നാ ചെയ്യുന്നത്, മീശ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. അപ്പൊ പെട്ടെന്ന് 2 പ്രോഗ്രാം ആക്കുള്ള ഒത്തിരി തിരക്കായിരിക്കും. ഓടി ഇങ്ങോട്ട് ഒന്ന് കണ്ണാടിയിൽ പോയി ഊഹം നോക്കട്ടെ, ഈ വാഴയുടെ ഇവിടുന്ന് ഇതിങ്ങനെ വെച്ചേക്കുന്നത് വായിന്ന് ബ്ലാക്ക് വന്ന് വീണ് കിടക്കുന്ന പോലെ മീശന്നല്ലേ വെക്കണം. അത്രയും പോലും ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഇവൻ. പക്ഷെ അത് കഴിഞ്ഞ് നസീർക്ക് നോക്കിയിട്ട് പുള്ളിക്കാരെ കുറെ ക്ലാസ് കുറെ കാര്യങ്ങൾ. അല്ല എൻ്റെ അടുത്ത് പറയും മര്യാദക്ക് വൃത്തിയായിട്ട് ഒരു കട്ടനില്ല ബാക്ക് അതുപോലും ചുളിയും കിടക്കാൻ സമ്മതിക്കില്ല. ജയസൂര്യ ഉണ്ടെന്ന് കൂടെ. ജയസൂര്യൊക്കെ ഒരുപാട്. എനിക്ക് ശരിക്കും അതിന് മുമ്പ് ട്രൂപ്പില് പൊക്കമുള്ളതുകൊണ്ട് സ്പീക്കർ പൊക്കലായിരുന്നു ജോലി. ഞാൻ നസീർക്കയുടെ ട്രൂപ്പിൽ ചെന്നപ്പോ സ്പീക്കർ പൊക്കിയപ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച്, നീ അത് ചെയ്യരുത്, അതൊക്കെ അവർ ചെയ്യും, മനസ്സിലായോ, നമ്മൾ എപ്പോഴും ഇൻ ചെയ്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടിയൊക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ എനിക്കെപ്പോഴും എൻ്റെ മണിയിലോട്ടല്ലേ ഞാനിങ്ങനെ പോകുമ്പോൾ വേണ്ട അവിടെ പോരുത്. അങ്ങനെ നമ്മളെങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ജാടാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വളർത്തിയത് എനിക്ക് പുള്ളിയാണ്. ചുവന്ന ഷർട്ട്, നീല ദൂരേന്ന് കാണുമ്പോഴേ അറിയാം ഒരു ചെങ്ങല പോലത്തെ ഒരു മാല കയ്യിൽ. അന്ന് മൊബൈൽ ഫോൺ കിടയി മാത്രമേ ഉള്ളൂ. പിടിച്ചിട്ട് കറുകച്ചാലൊരു നിപ്പുണ്ട്, വേറെ ഒന്നും നോക്കണ്ട. എന്തെങ്കിലും ഒരു കളർ അടിച്ചിങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര. എന്നിട്ടൊരു വരവുണ്ട് വണ്ടിയിലേക്ക്, എന്താടാ അത്രയൊക്കെ ഉള്ളു. എന്താന്ന് പറയട്ടെ, നമ്മുടെ ഇടയിൽ നിന്ന് സ്റ്റാർസിന്റെ ഇടയിൽ പ്രോഗ്രാമിന് പോയിട്ടുള്ള പുള്ളിയാ. അപ്പൊ അവരുടെ രീതികൾ അപ്പൊ അവരുടെ രീതികൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ അഡാപ്റ്റ് ചെയ്യണത്. അപ്പൊ നമുക്കറിയില്ല അവരെങ്ങനെയാന്നുള്ളത്. നമ്മൾ ചളങ്ങിക്കും ഇങ്ങനെയൊക്കെ. പുള്ളി മമ്മൂക്കനെ മറ്റവരൊക്കെ കണ്ടിട്ട് വന്നപ്പോ അത് സ്റ്റൈലായിരുന്നു. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മള് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു ഡെക്കോറൊക്കെ കീപ്പ് ചെയ്യണം. അത് എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ കുറച്ച് ഫ്രീ അങ്ങനെയെങ്കിലും. പുള്ളി പറയും എനിക്ക് 5 കോടി തരാന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കിടന്ന് കോമളിത്തരം കാണിക്കൂലെന്ന് പറഞ്ഞു. സ്റ്റേജിൽ ചെയ്യേണ്ട സംഭവം ചെയ്യുള്ളൂ പുള്ളി. അതെ. പിന്നെ എന്തെങ്കിലും തൊണ്ടയ്ക്ക് ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ പോലും ഇക്ക അത് പറ്റൂലെന്ന് പറയും. ഇക്ക പറയും അത് ഇപ്പം ഓക്കെ അല്ല, ഓക്കെ ആവുമ്പോൾ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയാണ് ഇക്ക. സത്യം പറഞ്ഞ് ഇക്ക പറഞ്ഞിട്ടുണ്ട്, ഇക്ക ബമ്പർ ചിരിയിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെ ചളി പറഞ്ഞു തുടങ്ങിയത്. കാരണം അവിടെ വന്ന് വേറൊരു വൈബ് അടിച്ച്. ഞാൻ കാർത്തിക് സൂര്യയുടെ ലൈനാ, ചളിയുടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് എനിക്ക് ഫ്രീ ആയിട്ടുള്ളത്. നീ കൊള്ളൂലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഭാഗമാണ്. എനിക്ക് മനസ്സിലായിട്ടോ. എന്റെ ഫാൻസിന് ഒരു സാധനം കിട്ടിയില്ല, അവന്റെ ഫാൻസ് വിടൂല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, എനിക്ക് ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ. സത്യം ചേട്ടാ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് ഇവന്റെ ആ ഒരു മൈൻഡ് സെറ്റിനുണ്ടല്ലോ, മെന്റാലിറ്റിക്ക് ഏറ്റവും കൂടെ ഇരയായ ആളാ ഞാൻ. അല്ല എന്തും പറയുമല്ലോ, കോമഡി ആണെങ്കിൽ അത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നിൽക്കുമ്പം മൊത്തത്തിലൊരു നല്ല വൈബാ. നമ്മുടെ ടീം പ്രോഗ്രാമിന് പോകുമ്പോഴും ഷോയ്ക്ക് പോകുമ്പോഴും ഒക്കെ തന്നെ ആണെങ്കിലും ബോറടിക്കുന്നില്ല. കാരണം ഒരുപാട് ചിരിക്കാൻ നമുക്കിടയിൽ തന്നെ ഉണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ. ഈ വേടന്റെ ഒക്കെ പ്രോഗ്രാമിന് ഇത്ര ജനങ്ങൾ കൂടുന്നില്ല, അതുപോലെ ഇരുന്ന് നമ്മുടെ പ്രോഗ്രാമിന് ജനങ്ങൾ. അന്ന് ഇത് ചേട്ടാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം സുരാജ് ചേട്ടൻ നമ്മുടെ അവിടെ
ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് കരിമ്പുക്കോണം ദേവീക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിൽക്കാൻ സ്ഥലമില്ല, മരത്തിന്റെ മണ്ടയിൽ പൂക്കോലയിൽ വരെ ആൾക്കാർ ഇരിക്കുകയാണ്. അതുപോലെ നമ്മൾ മണിച്ചേട്ടന്റെ കൂടെ പ്രോഗ്രാമിന് പോകും. ആവേശം അതുപോലെ മണിച്ചേട്ടന്റെയും കൂടെ ചേട്ടാ, പോയിരുന്നുണ്ട്. പാട്ടും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും അത് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് സ്റ്റേജിൽ. ആര് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ അല്ലേ? നമ്മളൊക്കെ മേക്കപ്പ് ഇട്ടല്ലോ വരുന്നത്. പുള്ളി അങ്ങനെയല്ല, വേദിയിലേക്ക് വരുന്നത് പണിയെടുക്കാനാ. സ്കിറ്റുകൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു 3 സ്കിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് പുള്ളിയുടെ എൻട്രി. ഓ ഒരു 3/4 മണിക്കൂർ നിന്നൊരൊറ്റ പരിപാടിയാ പാട്ട്. ഒരു 3-4 പാട്ട് പാടും. അത് ജനങ്ങളിലേക്ക് ഇറങ്ങും. ആ ഇറങ്ങിയിട്ട് പിച്ചെന്ന് മസിലൊക്കെ പറഞ്ഞാല് കാണിച്ച് വെട്ടി വേർത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോമഡി ഒന്നും വേണ്ട. ആൾക്കാരെ പിന്നെ സ്കിറ്റ് അവിടെ ആവശ്യമില്ല, പിന്നെ പാട്ട് മാത്രം മതി. ആ ഒരു വൈബിലേക്ക് കൊണ്ടുപോകും പുള്ളി. അന്നത്തെ റോക്ക് സ്റ്റാർ അത്രേ ഉള്ളൂ. അല്ല, റേഞ്ച് എന്ന് പറഞ്ഞാൽ മോളിൽ നിന്നാ തുടങ്ങുന്നത്. വളകിലുക്കട കുഞ്ഞു. ഓ അവിടെ നിന്നാ തുടങ്ങണത്. സത്യം. ഇപ്പഴും ഞാനിങ്ങനെ ഇതുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ എന്താ പറഞ്ഞാല് ഈ മനുഷ്യൻ കേരളത്തില് ഇത്രയും തരം ഇപ്പൊ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും ഗാനമേളകളിൽ പുള്ളിയുടെ പാട്ടാണ്. വേടം അതെ, പാടി അതെ. തുടങ്ങുന്നത് പുള്ളിയുടെ പാട്ടാണ്. അതെ, അപ്പൊ വേടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണിച്ചേട്ടനെ. അല്ല, ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലും ഓർക്കണത് ആ പാട്ടുകൾ വെച്ചിട്ട് തന്നെ ഇപ്പോഴും ജീവിക്കാം. സത്യം സത്യം, അത് മാത്രം മതി. അത് ഏത് പാട്ട് കേട്ടാലും ഇപ്പോഴായാലും നമ്മൾ ഡാൻസ് കളിച്ചു പോകും. അതുപോലെ തന്നെ എന്തോരം ഭക്തിപ്പാട്ടുകളാണ് പാടിയിട്ടേക്കുന്നത്. കാവടിക്കൊക്കെ വ്രതം എടുത്ത് മാലെടുത്ത് നിൽക്കുമ്പോൾ അമ്പലത്തിൽ ഇത് തന്നെയാണ് എപ്പോഴും അല്ല, മണിച്ചേട്ടന്റെ പുള്ളി പഴയ പാട്ടുകൾ. പാടിയിട്ടുള്ളത് ആഘോഷമാണ്. ഒരാളോടുള്ള വൈരാഗ്യമോ ദേഷ്യമോ ജാതിയോ ഒന്നുമില്ല. മതമോ ഒന്നുമില്ല ഇതില്. അത് എന്റെ ചേട്ടൻ കള്ളുടിയനായിരുന്നു മറ്റേ അങ്ങനെയുള്ള വളരെ സിമ്പിൾ കഥകളാ. ആ അല്ലാതെ ഭയങ്കര ഒരു സിസ്റ്റത്തിനെതിരെ ഒന്നും പുള്ളി പാടിയിട്ടില്ല. പുള്ളി സത്യം. പാടിയിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷം, വിഷമോ അല്ലെങ്കിൽ കവിതകളിലൊക്കെ ചെറിയ കണ്ടിട്ടില്ലേ. ചെറിയ കഥകളാണ്. ടാറിട്ട അതെ, അതെ. റോഡാണ്, ആ. റോഡിന്റെ അരികാണ്. ആഹാ. ഉഫ്. അല്ല, അതൊക്കെ നമുക്ക് അവരോടൊക്കെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതൊക്കെ ഒരു ഒരു നല്ല മെമ്മറിയാണ്. മെമ്മറിയാണ്. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് റോൾസും ചെയ്തിട്ടുള്ള ഒരാളല്ലേ ചേട്ടാ. അത് മാത്രമല്ല, നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴേ പുള്ളി കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ആഹാരം തന്നിട്ടുണ്ട്. മണിച്ചേട്ടൻ അവിടെ ചെല്ലും, നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ സ്പോൺസറുടെ വീടൊക്കെ ആണെങ്കിൽ നല്ല സൗഹൃദമൊക്കെയാണ് അവരുമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി പോയി സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് വരുത്തിച്ച് പുള്ളി കയറിയിട്ട് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് പുള്ളി കുക്ക് ചെയ്യും. കുക്ക് ചെയ്ത് ഇതേ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതൊക്കെ അതൊരു ആഘോഷമായിരുന്നു. ഇപ്പൊ ആസ്വദിക്കാനുള്ളൊരു ചാലക്കുടി കൂടി പോകുമ്പോഴേ ഒരു മരിച്ച വീട്ടിൽ കൂടി പോകണ പോകുന്നത് അത് ചാലക്കുടി പോകുമ്പോൾ എപ്പോഴും ഷൂട്ടിങ്ങിൽ മണിച്ചേട്ടൻ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു 10-15 പേരുടെ നടപ്പുണ്ട്. ഇപ്പൊ ഈ ചാലക്കുടി ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര മൂകത ഫീൽ ചെയ്യണം. ഒന്നാമത് ചാലക്കുടിയിൽ മേൽപ്പാലമൊക്കെ വന്നിട്ട് ആ സ്ഥലമേ കാണാണ്ടായി. അപ്പോൾ ശരിക്കൊരു അവിടുത്തെ പള്ളിയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല. കഥ പോലെ തോന്നണത്. കാരണം 45-ാം വയസ്സിൽ മരിച്ചുപോയി പുള്ളി. അതെ. അപ്പോൾ ഇത്രയോ റോളുകൾ ചെയ്തു. 45-ാം വയസ്സിലാണ് സത്യൻ സാറ് സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത്. എന്നിട്ടാണ് അത്രയും വേഷം ചെയ്തത്. അപ്പം മണിച്ചേട്ടൻ എന്തോരം ചെയ്യാനിരിക്കുന്നു. സത്യം. അപ്പോൾ പെട്ടെന്ന് ഇത്രയും താഴേന്ന് വന്ന് ഇത്ര ഉയർച്ചയിലെത്തി കത്തി അങ്ങോട്ട് തീർന്ന പോലെ ഒരു കഥ പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. ഒരു മിത്തൊക്കെ പോലെ തോന്നുന്നത്. അതെ. വാസന്തി ലക്ഷ്മി ഞാനും കണ്ടൊക്കെ എന്തുമാത്രം ആ. കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് കൊച്ചിലെ കാണുന്ന പടമല്ല കേട്ടോ. അത് ഇത് ഭയങ്കര വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ടർ തന്നെ ആയിരുന്നു മണിച്ചേട്ടൻ. ദൈവം നമ്മളത് പെട്ടെന്ന് കൊണ്ടുപോയി. നമ്മൾ അങ്ങോട്ട് പോയി, ഒരുപാട് അങ്ങോട്ട് പോയി. ആ. അതെ. ചേട്ടൻ അഭിനയിച്ച സിനിമയുണ്ട്, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്തിട്ട് കാണുന്ന പടമാണ്. ഏതാണെന്ന് ചേട്ടൻ അറിയാം? ഏതാണ്? അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപ്. ഞാൻ ചേട്ടാ, ഞാൻ എന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ ആവണ പ്രായം വരെ വീട്ടുകാരാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ ഞാൻ 4-5 പടമേ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ പോയി. അതിലൊന്ന് ഏറ്റവും ആദ്യം കണ്ടത് പഞ്ചാബി ഹൗസ്, വെള്ളി നക്ഷത്രം കണ്ടിട്ടുണ്ട്, പിന്നെ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ട്, CID മൂസ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ മുതലാണ് സിനിമ തുടങ്ങുന്നതല്ലേ? ഞാൻ എൻ്റെ പഞ്ചാബി ഹൗസാണ് ഞാൻ ആദ്യമായിട്ട് ശങ്കരാഭരണത്തിലാണ് തുടങ്ങുന്നത് സിനിമ തുടങ്ങിയത്. സത്യം ചേട്ടാ, ഞാൻ പഞ്ചാബി ഹൗസാണ് ആദ്യമായിട്ട് കാണുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നത്. പിന്നെ എന്നെയും എൻ്റെ അവിടെ നാട്ടിലെ കൂട്ടുകാരെ എല്ലാം കൂടെ അച്ഛൻ ഒന്നിച്ച് വിളിച്ച് നമ്മളെല്ലാം കൂടെ അന്നൊരു 2 ഓട്ടയൊക്കെ വിളിച്ച് തിയേറ്ററിൽ, അന്നൊക്കെ തിയേറ്ററിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ അല്ലേ ഒരു ഫാമിലി മൊത്തത്തിൽ പോവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം വണ്ടി പിടിച്ച് ഇതിൻ്റെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയി എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ചെന്നിരുന്ന് ആ പടം കണ്ടപ്പോൾ എൻ്റെ മോനെ എന്ത് പടമായിരുന്നു ചേട്ടാ. അത് ഇപ്പോഴും ഞാൻ ഒരു സംശയം വേണ്ട, ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്ത് കാണുന്ന ഒരു പടങ്ങളിലൊന്നാണ് അത്ഭുത ദ്വീപ്. ചേട്ടന് സത്യം പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണുമല്ലോ ചേട്ടാ. തീർച്ചയായിട്ടും, സംശയം എന്താ. ഒരുപോലെ തന്നെ ഒരു അത്ഭുത ദ്വീപും അവിടുത്തെ ഒരു രാജാവ് ഞാനായിട്ടും
ഒരുപാട് പെൺകുട്ടികൾ എന്നെ മോഹിക്കുന്ന ആളായിട്ട്. ഓ പിന്നെ ആ ലൊക്കേഷനൊക്കെ ഇരുന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വിനയൻ സാറ് പാക്കപ്പ് എന്നൊക്കെ പറയില്ലേ, ആ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും അതുപോലൊരു ദ്വീപിൽ പോയിട്ട് നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പോലത്തെ ഒരു തോന്നലായിരിക്കും. കാരണം ഉം. എല്ലാം നമ്മളെ പോലെയുള്ള ആൾക്കാർ, അതെ. അതൊരു വേറൊരു ലോകം തന്നെയായിരുന്നു ശരിക്കും. എല്ലാം കൗതുകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെ എല്ലാം നമുക്ക് ഒരുപാട് കൗതുകങ്ങളാണ്. കാരണം സെറ്റ് കൗതുകം, ഉം. ഇത് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കൗതുകം, പിന്നെ ഉം. ലൊക്കേഷൻ കൗതുകം, അവിടെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ കൗതുകം. ഉം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ചെറിയ ഗ്രൂപ്പ് അതെ. ആൾക്കാരുടെ, അവർ ഒരൊറ്റ ബസ്സിലാണ് വരുന്നത്, ടൂറിസ്റ്റ് ബസ്സിൽ. ആ, 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 മറ്റേ വലിയ ആൾക്കാരില്ലേ, ആ. അവർക്ക് ഒരാൾക്ക് ഒരു വണ്ടി വെച്ചിട്ട് എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള. അതുപോലെ കൽപ്പന ചേച്ചിയുടെയൊക്കെ അടുത്ത് നമ്മുടെ ആൾക്കാരെങ്ങനെയാണോ ആ. അത്രയും ഡിഫറൻസിലാണ് മറ്റേ വലിയ ആൾക്കാരുടെ അടുത്ത് കൽപ്പന ചേച്ചിയൊക്കെ. ഓ അവർ പേടിച്ചു പോയോ? കൽപ്പന ചേച്ചിയൊക്കെ പേടിച്ചു, ബിന്ദു ചേച്ചി ഭയങ്കര സൈസല്ലേ അവർക്ക്? ഭയങ്കര ആദ്യം സൈസാണ്, കണ്ടപ്പോഴും പേടിച്ചു പോയിട്ടുണ്ട്. ആണോ? ശ്ശൂ, ഭയങ്കര ഭയങ്കര സൈസ്. രാക്ഷസന്മാര് നമുക്ക് അടുത്ത് വെക്കുമ്പോ ഒറ്റ ആ അടിച്ച് മേക്കപ്പ് ചത്തു കൂടെ പോകുന്നുണ്ട്. ആവും, പക്ഷെ ഇവരെല്ലാം പാവങ്ങൾ, ഭയങ്കര സോഫ്റ്റ് ആണ് അതില്. വളരെ സോഫ്റ്റും. ചേട്ടനെ എടുത്തിട്ട് മറ്റേ അവസാനം ഷിബു, മറ്റേ ഷിബു. അയ്യോ, ഷിബു ഒക്കെ സാജൻ സാഗരെ കരയും, ഷിബുവിനൊക്കെ അതുപോലത്തെ പാവങ്ങളാ. ആ പടത്തില് ഷിബുവിനൊക്കെ ശബ്ദം കൊടുത്തിരിക്കുന്നത് ഞാനാ. ആണോ? അതെ. അങ്ങനെ അതില് വിനയൻ സാറിനെ ഞാൻ ആ. പരിചയപ്പെടുന്നത്. അതില് ഓടാ, അടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ. ശബ്ദം അയ്യോ നല്ല കറക്റ്റാ സാധനം. അത് തന്നെ, ആ സാധനങ്ങളെല്ലാം ടിനിയാ ചെയ്തത്. ശ്ശോ. അതിങ്ങനെ സാറ് ചോദിച്ചു എന്നോട്, ആരാണ് ഇടാന്നല്ല ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട്. ഇത്രയും വൃത്തിയായിട്ട ശബ്ദമുള്ള അപ്പൊ ഒരാള്. ഈ ഇവന്റെ കൂടെ നടന്നിട്ട് ഇവന്റെ ഒരുവിധപ്പെട്ട വൃത്തികെട്ട ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ സൗണ്ടും എനിക്കറിയാം. അപ്പൊ എനിക്ക് സാറേ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടിനി വന്നിട്ട് ടിനി ഞാനും സിനാജ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ചങ്ങനാശ്ശേരി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത്. രണ്ടുപേരും കൂടെ. പലർക്കും ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഓ നമ്മൾ ഇത്ര അടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അഭിനയിക്കായിരുന്നു. ഇതിന്റെ ഇടയിൽ പെട്ടുപോയി നമ്മൾ. അത് അവർ എത്ര അടിയാണ്? ഒരു അത് 6 ഏഴുണ്ടല്ലേ? 7 മേലെ ഉള്ളവരായിരുന്നു നോക്കിയത്. പക്ഷെ ആ ഒരു വിഷൻ അത് ഭയങ്കര. നമ്മളീ ഗുളിവേഴ്സ് ട്രാവൽ ആ ആ പടം ഇങ്ങനെ ഇത്രയും പേര് ഉണ്ടെന്നുള്ള നമുക്കറിയില്ലോ കേരളത്തില്. അതെ. ഇത്രയും വലിയ ആൾക്കാരുണ്ടെന്ന് അറിയില്ല. സത്യം. ഒരു ഇന്നോവേഷൻ ആണത്. ആ. ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി അന്ന് പുറപ്പെടുന്നത്. വരെ ആരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തിട്ടില്ലാത്ത ഒരു ലോകത്തോട്ട്. അതിനുശേഷമാണ് ഈ ടോൾമാൻ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ. ആ സെക്യൂരിറ്റിയും അല്ല, അത് മാത്രല്ല, അതിലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്യൂം ഒന്നും ഉം. ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല. ഉം. കാരണം അവര് വെളുപ്പിനെ 3 മണി 2 മണിക്ക് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഇതെല്ലാം സെറ്റ് ചെയ്ത് പലരും മൾട്ടിപ്പിൾ കോസ്റ്റ്യൂംസും കഥാപാത്രങ്ങളൊക്കെയാണ്, വിഗ്, മീശ, ഇതെല്ലാം ചെയ്യണ്ടേ. ഉം. അതങ്ങനെ അതൊരു വല്ലാത്തൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. ഉം. ഇപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര എഫേർട്ട് ഇപ്പൊ എടുക്കാൻ നമ്മുടെ ഇപ്പോഴുള്ള ഇവർ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. വേണമെങ്കിൽ ഗ്യാപ്പ് ഇങ്ങനെ CG പ്രയാസമായിരിക്കും. ആക്കാൻ ഈ പാടായിരിക്കും. നോക്കും. അതെ. ഉം. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തൊരു പടം അത്. അതെ. അതിന് എടുത്തു പറയേണ്ടത് വിനയൻ സാറിന് ഒരു കമാൻഡിങ് പവർ തന്നെ. ഉം. അത് എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങനെ ഒരു സബ്ജക്റ്റ് വിഷൻ വിഷൻ കൊണ്ടുവരാനും അതിനൊരു ടോട്ടാലിറ്റിയും. പിന്നെ ആ സമയത്തൊന്നും നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്രധാന വേഷത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തിലൊന്നും ചെയ്യുന്ന ഒരാളും അല്ലായിരുന്നു. അപ്പം നമ്മളെ പോലുള്ള ഒരാളെ കൊണ്ട് അത്രയും ഒരു റേഞ്ചുള്ള റേഞ്ചുള്ള ക്യാരക്ടർ ചെയ്യിപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ. അതില് ആദ്യത്തെ മറ്റേ ഷോട്ടില് മറ്റേ ബൈസെപ്സും കാണിച്ചിട്ട് പഞ്ച് പിടിച്ചോണ്ടിരിക്കുന്ന സീനില്ലേ, എന്റെ അതൊരു മോനെ. ലോകമാണത്. ആ. എന്നിട്ട് ഇയാള് തന്നെ പറയുന്നു, കണ്ടോടാ പിടയ്ക്കുന്ന പിടപ്പ് പുള്ളി തന്നെ അതുപോലത്തെ ആളാ പുള്ളി. അല്ല ഞാനിപ്പോ ലെവല് ക്യാരക്ടറാണ്. മുടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി മുട. മുടയാണ്, പോങ്ങനാണ്, മൊത്തത്തില് പുള്ളി രാജാവാണെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ലാസ്റ്റ് പുള്ളി തിരിച്ചറിയുമ്പോഴാണ് ആ ക്യാരക്ടർ ഒന്ന് പൊങ്ങുന്നത്. നമ്മൾ ആരാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിന്റെ വിചാരം പുള്ളിയാണ് എല്ലാം തികഞ്ഞവൻ. അതെ, പെർഫെക്റ്റ് മാൻ. പിന്നെ ഈ ഇവരെല്ലാം ആരാ, മറ്റേ അച്ഛന്റെ ഭാര്യമാര് അവരെല്ലാം പറയണത് എന്റെ മോള് കെട്ടിച്ചുകൂടും, എന്റെ അങ്ങനെയാണല്ലോ അതെ, അമ്മാവന്റെ ഭാര്യമാര് പറയണത്. അപ്പൊ അത്രയും പവറുള്ള ഒരാളാ. ജഗജാല കില്ലാടിയാണ്. ജഗജാല കില്ലാടി. അപ്പൊ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ചാനൽ ലൂസ് ആവുമ്പോ സാറ് വന്നിട്ട് കേട്ടറാന്ന് പറയും. ടൈറ്റിയടാ. അല്ല ശരിക്കും ഒരു ട്രൈബിനെ കാണിക്കുന്ന പോലെ ഇപ്പൊ അപ്പോക്കലിപ്റ്റോ എന്നൊക്കെ പറഞ്ഞ ഹോളിവുഡിലൊക്കെ അത്രയും ഫണ്ട് വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് ഇത് ഗ്രാഫിക്സിലും ഒന്നും ഇല്ലാണ്ട് ആ സമയത്ത് നമ്മളൊരു ലോകത്തേക്ക് പോയി ഇവരൊരു സ്ഥലം അതെ, കാണിക്കുമ്പോഴേ. അതെ, അതെ. അതൊരു ഐലൻഡ് ആണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് ഇങ്ങനെയാണ്. അവിടെ ഒരു കൊട്ടാരമുണ്ട്, അങ്ങനെ, അതെ, അവിടെ രാജാവുണ്ട്, അവിടെ രാജ്ഞിമാരുണ്ട്, അതെ. പെൺകുട്ടികളെല്ലാം അധികം. അതൊരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടാ. അതുപോലെ ഒരെണ്ണം നമുക്ക് ഇനി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇങ്ങനെ സാർ അനൗൺസ് ചെയ്തിട്ടിരിക്കുന്നു. അതിലന്ന് അനൗൺസ്മെന്റിൽ ഉണ്ണിമൂന്തനും മാളികപ്പുറം സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള രണ്ടും ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്ട് ഇങ്ങനെ ആലോചിക്കുന്നു.
പിന്നെ അതിൻ്റെ എഴുത്ത് പരിപാടികളൊക്കെ കുറേശ്ശെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ എന്ന് അത് എക്സിക്യൂട്ട്, കാരണം അന്ന് അത്രയും എഫർട്ട് എടുത്ത് ചെയ്തപ്പോൾ അതിനും കുറേ നല്ല മുന്നൊരുക്കങ്ങൾ വേണ്ടിയിരുന്നു. അതുപോലെ ഒരു മുന്നൊരുക്കത്തിൽ നടത്തിയിട്ടേ സാറ് ചെയ്യുള്ളൂ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഏട്ടാ അത് എന്തായാലും എന്തെങ്കിലും ഒരു കോടി ക്ലബിൽ അത് കയറി ചെയ്യണം 100%. ഇവിടെ നിന്ന് നേരെ പാൻ ഇതിലേക്കാണല്ലോ പോകുന്നത്, പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞല്ലേ പോണത്. ഇന്നാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലോക ശ്രദ്ധ നേടിയത്. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ കൂടി വന്നോണ്ടിരിക്കല്ലോ. OTT വന്നോടുകൂടി ലെവലേ മാറിപ്പോയി നമ്മുടെ. പിന്നെ മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ ആക്സെപ്റ്റൻസ് ഇപ്പോൾ ഉണ്ട്, നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അന്നെന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് എത്തിക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. നമ്മളൊരു ഏറ്റവും ചെറിയ ഇൻഡസ്ട്രിക്കകത്ത് കിടന്നുള്ളൊരു കളിയല്ലേ. അപ്പം അതൊക്കെ വലിയ ഒരു ഇതല്ലാണ്. ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഒരുപാട് ലാംഗ്വേജ്, എന്നിട്ട് പോലും അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതദ്വീപ് എന്ന സിനിമ 1 or 2 ലാംഗ്വേജിൽ മാത്രമുള്ളെന്ന് തോന്നുന്നു ഡബ് ചെയ്ത് പോവാത്തത്. ബാക്കി എല്ലാ ലാംഗ്വേജിലേക്കും ഇത് കൊടുത്തു. തമിഴിൽ കുറച്ച് റീമേക്കും ചെയ്തു. അങ്ങനെയാണ് എന്ന് വെച്ചാൽ അത്രയും അന്നൊന്നും ഇത് ഇങ്ങനെ ഒരു എല്ലാ ഇതിലേക്കും പോകുന്ന ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഏറ്റവും വലിയ സത്യം ഇപ്പോൾ നമ്മൾ ശബരിമലയിലോ എന്താ വേറുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി പിടികിട്ടുന്നത്, മനസ്സിലാവുന്നത്. അതെ, കാരണം നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, അല്ല തമിഴ് നിന്നുള്ള മറാഠി, ഗുജറാത്തി, ഈ റീജിയണൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, എല്ലാത്തിലും ഇത് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. കുറെ പടങ്ങൾ ചെയ്യുന്ന ഒരു കൂടാണ് നമുക്ക് ഈ ഒരൊറ്റ പടങ്ങൾ ചെയ്യുന്നത്. ഇനി സത്യം ഞാൻ കാത്തിരിക്കണം കേട്ടോ, അങ്ങനെ ഒരു പടം വരികയാണെങ്കിൽ. കാർത്തിക് സൂര്യ വീണ്ടും കുട്ടിയായി മാറാനുള്ള. അയ്യോ ഞാൻ കുട്ടിയാണ് കേട്ടാ, ഞാൻ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാട്ടല്ലോ ഞാൻ ചാടി തുള്ളി ഓടും. സ്പൈഡർമാൻ അതൊക്കെ ഞാൻ വീട്ടിൽ കാലും കയ്യും പിടിച്ച് എരന്നൊക്കെയാണ് എന്നെ അവസാനം കൊണ്ടുപോയത് സ്പൈഡർമാൻ കാണിച്ചു തരാനായിട്ട്. പക്ഷെ അത് വേറൊരു സമയം. അന്ന് വീട്ടുകാർക്കൊന്നും അങ്ങനെ അത്ര ഒന്നും നമ്മളെ കൊണ്ടുപോകാൻ. ഓരോ സിനിമകളും നമ്മുടെ ഓരോ ഓർമ്മകളായിരിക്കും. അതെ, സത്യം. എനിക്ക് പഞ്ചാബി ഹൗസ് കാണാൻ പോയപ്പോൾ കഴിച്ച ചിക്കന്റെയും പൊറോട്ടയുടെയും ടേസ്റ്റ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അന്ന് അച്ഛൻ എന്നെ കൊണ്ടുപോയി. നമുക്ക് അന്നൊന്നും വീട്ടിൽ ചിക്കനും പൊറോട്ട ഒന്നും വെക്കൂല. വീട്ടിൽ മീനൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കണല്ലാതെ ചിക്കൻ പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംഭവം എന്താട്ടാ. അല്ല അന്ന് ചിക്കനും പൊറോട്ട എന്നൊക്കെ പറഞ്ഞ ലക്ഷറി ഫുഡാണ് അതൊക്കെ. കൊടുക്കുള്ളൂ. അപ്പൊ ഇതൊരു ഫുൾ പാക്കേജ് ഡീലാണ്. സിനിമയ്ക്ക് പോകുമ്പോ എന്തായാലും ഇവന് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അതാണ് നമ്മൾക്ക് ഒരു സിനിമയായിട്ടുള്ള ഒരു കണക്ഷൻ. എല്ലാ സിനിമക്കും ഓലപ്പുര കൊട്ടക കേട്ടിട്ടുണ്ടോ, ഇരുന്നിട്ടുണ്ടോ? എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓലപ്പുര കൊട്ടകയില് ബെഞ്ച, ഇതുപോലത്തെ സീറ്റൊന്നും അല്ല. എന്നിട്ട് ഈ റീല് മാറ്റി 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 ഇട്ടാ അത് ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ഷമ വേണം. ഇപ്പോഴാണ് വിഷയാവും. അല്ല ഇപ്പൊ ഓലപ്പുര കൊട്ടക പണിതിട്ടുണ്ടല്ലോ ഇപ്പൊ എന്തോ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയില്ല. പക്ഷെ അവിടെ നിന്ന് പടം കണ്ടിട്ടുണ്ട് ഞാൻ. അതെ, ആ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് നൊസ്റ്റാൾജിക് ആയിട്ട് ഒരു തിയേറ്റർ. പിന്നെ ഇന്റർവെല്ലിന് ഈ പോപ്കോൺ കൊടുക്കലൊന്നുമില്ല. കടലക്കാരൻ തിയേറ്ററോട് കയറി വരും കപ്പലണ്ടി പൊതിഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കപ്പലണ്ടിയൊക്കെ തിന്നിട്ട് ബാക്കി സിനിമ കാണുന്നത്. അപ്പൊ ഭയങ്കര അനുഭവം അത്. ഇടയ്ക്ക് ഇങ്ങനെ സിനിമ കണ്ടു വരുമ്പോ ആ ഒരു റീല് തീരുമ്പോ പിന്നെ അടുത്ത റീല് കയറ്റും. ആ ഗ്യാപ്പ് വരും, ചെറിയൊരു ഗ്യാപ്പ് വരും. എന്നിട്ടും സിനിമയിൽ വിട്ടുപോകാതിരുന്ന് കാണുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്ഷമയോടുകൂടി 10 മിനിറ്റ് ലാഗ് വന്നാൽ കൂവി ഇറങ്ങി പോകും. ചില സമയത്ത് എല്ലായിടത്തും ജനറേറ്ററും ഉണ്ടാവില്ല. കറണ്ട് പോകുമ്പോഴും കറണ്ട് വരാൻ വെയിറ്റ് ചെയ്യും, കാത്തിരുന്നിട്ട് അങ്ങനെ ഉണ്ട്. അതൊക്കെ വേറെ തന്നെ ഒരു കാലഘട്ടം. എല്ലാ കാലഘട്ടത്തിലൂടെ വരാൻ പറ്റി നമുക്ക്. ഡിജിറ്റലും കാണാൻ പറ്റി, ഫിലിമും കാണാൻ പറ്റി. അങ്ങനെ നടന്നൊരു സമയത്തുനിന്ന് ഇപ്പൊ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഞാൻ എന്റെ അടുത്ത് ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഈ അടുത്തല്ല കുറച്ച് നാളായി എനിക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല എന്താണ്. അപ്പൊ പറഞ്ഞ് പുള്ളിയുടെ എന്തോ ഒരു നോവൽ എന്തോ ഉണ്ട്, അത് പറയണമെന്ന് ഞാൻ. അപ്പൊ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ശരിക്കും നോവല് ഫുള്ള് വായിക്കാം എന്റെ ശബ്ദത്തിൽ. അപ്പൊ വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുമ്പോ കേൾക്കാം. 4-5 മണിക്കൂർ ഇത് കേട്ടോണ്ടിരിക്കും. അങ്ങനെ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അല്ല അത് ഇവന്റെ കൂടെ തന്നെ ചെയ്യേണ്ടി വന്നു. അല്ല അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ പോഡ്കാസ്റ്റ് വെർജിനിറ്റി ഇവിടെ തന്നെ.
അത് ഞങ്ങളെ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നിന്റെ അഹങ്കാരത്തിലുള്ള ഇവിടെ തന്നെ വന്നിടാ പോഡ്കാസ്റ്റ്. അല്ല ഏട്ടാ, അങ്ങനെയല്ല ഏട്ടാ. അല്ല നീ ഒരു രസമുണ്ട് അത് അങ്ങനെ തന്നെ നമുക്കത് ഭയങ്കര കൗതുകം. അറിയാതെ ഇങ്ങനെ വന്നു പോകണേ. അല്ല നല്ല അതല്ലേ നമ്മളിവിടെ ഇരിക്കുമ്പോൾ കാർത്തികുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ബോറടിക്കുന്നില്ലല്ലോ. അല്ല, ഓലപ്പുര കൊട്ടകയെന്ന് ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിൽ നമ്മൾ വന്നിരിക്കുന്നു. അതിനുള്ളൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. ഇത്രയും സമയങ്ങള് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. അതെ, ഇത് അടുത്ത ഇനി വരാൻ പോകുന്ന ഒരു സാധനമായിരിക്കും പോഡ്കാസ്റ്റ്. കാരണം പുറത്തൊക്കെ ഇത് ഓൾറെഡി ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ ഇത് ആൾക്കാർ നോക്കുമ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചില സാധനങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെ കേൾക്കുന്നു. പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമയമെടുത്ത് പതുക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോൾ പാസീവായിട്ട് കേൾക്കാൻ പറ്റുന്നൊരു സാധനമായിട്ടാ. അപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. നമ്മൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഒരു പ്രഷറാണ്. ഷോർട്ട് ടൈമിൽ എന്തെങ്കിലുമൊക്കെ പടപടാന്ന് കൊടുത്ത് ആ സാധനം അവർ വൈറലാക്കാൻ നോക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും ഭയങ്കര കാഷ്വലാണ്. നമുക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല ഇത് അങ്ങനെ ഒരു സാധനം ഡെലിവറി ചെയ്യണം, ഇങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മൾ കാഷ്വലായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് നല്ല നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നോളൂ ഫിൽട്ടർ ഔട്ടായിട്ട്. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പോഡ്കാസ്റ്റ് വരെ എത്തി. അപ്പോൾ പോഡ്കാസ്റ്റിലോട്ട് നിങ്ങളെ എത്തിക്കാൻ എനിക്ക് സഹായിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മൂവിയാണ്. അതെ, 916 കുഞ്ഞൂട്ടൻ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ബമ്പർച്ചിരിയിൽ വന്നത്. ബമ്പർച്ചിരിയിൽ വന്നപ്പോൾ അന്നും തിനിച്ചേട്ടൻ്റെ നിർബന്ധം കൊണ്ട് എന്നെ വളിപ്പാട്ട് പാടിച്ച് അത് അതേപോലെ അവർ അടപടം കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. അതിട്ടില്ല. അതാണല്ലോ, അതെ പോഡ്കാസ്റ്റിലൊന്നും കുഴപ്പമില്ല. അവിടെയൊക്കെ സ്റ്റാൻഡേർഡ് അതാണ് ടിപ് ടോപ്പേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ വളരെ താഴ്ന്ന നിലയിലുള്ള ഇന്റർവ്യൂ അതാണ് എനിക്കിഷ്ടം. സാധാരണ മണ്ണിന്റെ മണമുള്ള പോഡ്കാസ്റ്റ്. മണ്ണിന്റെ മണം അല്ല ആയിരുന്നില്ല, അത് ഇത്തിരി കൂടി താഴെ പോയി. വേറെന്തോ മണമുള്ള അത് പാട്ടായിരുന്നു. അത് സ്കൂളിൽ പഠിച്ച പാട്ടാട്ടാ. ഒരു ലൈനും കൂടി പാടൂ. നീ ആയിട്ട് എഡിറ്റ് ചെയ്ത് കളയും. എഡിറ്റ് ചെയ്യൂല. അപ്പൊ പിന്നെ പാടിക്കോ. ചേട്ടൻ പറഞ്ഞാ ഞാൻ പാടാം ഈ പാട്ട്. ഞാൻ പറയൂല, ഇവൻ അതിന്റെ വേറൊന്നുമില്ല. ഇവനുണ്ടല്ലോ, ഇവൻ വെറുതെ ആവശ്യമില്ലാത്ത ചേട്ടാ ഇത് ആലോചിച്ചു കേട്ടാ. ഞാൻ ഏഷ്യാനെറ്റിൽ പോയപ്പോ പാടിയ പാട്ടാണ്. അല്ല, അതാണ് ഏറ്റവും നിന്റെ, അതായത് വേറൊന്നുകൊണ്ടല്ല അത് ചെയ്യാനുള്ള, അല്ല അങ്ങനെ ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബീപ്പിട്ട് ഇടേണ്ടി വന്ന തരത്തിലുള്ള ഒരു പാട്ടെന്ന് വെച്ചു. ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല, പാടാനുള്ള നിന്റെ ഒരു ഗട്സ് ഉണ്ടല്ലോ. ചിരിച്ചത് മറ്റൊന്നുമല്ല, അല്ല പട്ടിന്നൊന്നും വിളിക്കാൻ സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ കോട്ടൊക്കെ ഇട്ടുമ്പോ ഭയങ്കര സ്റ്റാൻഡേർഡ്. പിന്നെ വേറെ ആരൊക്കെ ആയിരുന്നു? ലാൽ സാർ ഉണ്ടായിരുന്നു. ലാൽ സാർ ഭയങ്കര സീരിയസ്. മണിയമ്പിള്ള രാജചേട്ടൻ എക്സ്പ്രഷൻ ആയിരുന്നു. രാജചേട്ടൻ ചോദിച്ചു ഇവൻ ആരാണ് അറിയില്ല. അപ്പൊ ലാലേട്ടനൊക്കെ ഒന്ന് ഈ ശബ്ദം കൊണ്ട് ഇതൊക്കെ കൊണ്ടിട്ട് നമ്മള് അടുക്കാനും പേടിക്കും. അപ്പൊ ആരോടത്? അപ്പൊ ഞാൻ പറഞ്ഞു കാർത്തിക് സൂര്യ ഭയങ്കര സംഭവമാണ്. അപ്പോൾ കാർത്തിക് സൂര്യയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല. പാടാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇത് പാടുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. കാരണം മീര അങ്ങോട്ട് പോകുന്നു, ഞാൻ മാത്രം എനിക്ക് അവിടുന്ന് ആസ്വദിക്കുക. ആ വീഡിയോ ഒക്കെ ഇപ്പോഴും ചേട്ടൻ കമ്മുന്ന് കിടന്ന് ചിരിക്കുകയാണേ. ചിരിക്കുന്നുണ്ട്. വലിയ ഇഷ്ടമാണ് പാട്ടൊക്കെ. ഗായകനവൻ. ചേട്ടനും പാടുവോ? പിന്നെ ഞാൻ ഒരു പാട്ട് പാടാം, അത് ചേട്ടൻ ഒരു പാട്ട് പാടണം. അല്ലല്ല, നീ പാട്, നിന്റെ കൂടെ പാടാ. ഓക്കെ പാടിക്കോട്ടെ. നീ പാടി, ഞാൻ എന്താ പറയാ പാടരുതെന്ന് പറയില്ല. ഇത് നീ പാടി വെച്ചിട്ട് വേണമെങ്കിൽ നീ ടെലികാസ്റ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെ നിനക്ക് എന്തും പറയാം. കാരണം നിന്റെ എനിക്കല്ല, ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒരു ഇതുണ്ടല്ലോ നമുക്ക്. അന്ന് സത്യം പറഞ്ഞ പാടിക്കഴിഞ്ഞതിന് ശേഷം എന്നെ എന്തോരം ആൾക്കാർ പിടിച്ച് ഉപദേശിച്ചെന്നറിയാവോ? അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ കാരണം അല്ല, അത് ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് സത്യമാണ് കേട്ടാ. എനിക്കന്ന് ബോധം പൊക്കോണൊക്കെ കുറച്ച് കുറവാണ്, ഇപ്പോഴും കുറവാണ്. ഇവൻ എന്നോടുള്ള റെസ്പെക്ട് പോയി, ഈ മനുഷ്യൻ മാത്രം ചിരിച്ചുള്ളൂ. അല്ല ചേട്ടാ, അല്ല അത് ചേട്ടൻ എന്നെ മനസ്സിലാക്കിയാന്ന്. എൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലായ ചേട്ടൻ മാത്രമായിരുന്നു. ഞാൻ പാടാം. ഓക്കെ മണിമുറ്റത്താന വളി വിട്ടു പൊട്ടാസ് പോലെ അത് കണ്ട് കോഴി തൂറിട്ടു ചമ്മന്തി പോലെ. ഈ 2 ലൈനേ ഞാൻ പാടിയുള്ളൂ കേട്ടാ. തൊലിക്കെട്ടി വെറുതെ ഇത്രയും ക്യാമറമാന്മാര് ഇങ്ങനെ നിന്നിട്ട് കുലുങ്ങണാണ് അവർ പ്രതീക്ഷിച്ചില്ല. ജീവിതത്തില് ഭയങ്കര യേശുദാസിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ക്യാമറമാന്മാരും മറ്റവരും വന്നിട്ട് ഒരുത്തം വന്നിട്ട് അവരൊക്കെ ഇതിനു മുമ്പ് എടുത്തിരിക്കുന്ന വലിയ വലിയ ശശികുമാറിന്റെ ഇന്റർവ്യൂ മറ്റേതൊക്കെ എടുത്തിട്ട് ഒരാൾ വന്നിട്ട് മണിമുറ്റത്താ
എന്നിട്ട് അതിന്റെ ആക്കം കുറയ്ക്കാനാണ് ഞാൻ വേറൊരു പാട്ടൂടെ പാടിക്കൊടുത്ത്. മറ്റേ കണ്ണീർ മഴയത്ത് ഞാനൊരു കുടയുടെ പിടിയൂരി, സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി ജട്ടികൾ ഞാൻ വാരി, ചെറിയതെല്ലാം ചേർത്തു മാറിലണിഞ്ഞു ഞാൻ കടിക്കണേ. അങ്ങനെ ഒരു പാട്ട്. ഇതാണ് ഭയങ്കര സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഓർത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പോഴും ഞാൻ ചിരിക്കാറുണ്ട്. ഭയങ്കര കോട്ടക്കിട്ട ആൾക്കാര്. ഞാൻ അതോർത്ത് ഇപ്പോഴും ക്രിഞ്ചടിക്കാറുണ്ട് കേട്ടോ. എനിക്കത് ചില സമയത്തുണ്ടല്ലോ കേട്ടോ, മൈൻഡ് അങ്ങനെ അങ്ങ് വർക്കാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ പല ചളിപ്പുള്ള സാധനം ചെയ്യാൻ നേരത്ത് ആൾക്കാർ ചോദിക്കട്ടെ നീ ഇതെങ്ങനെ ചെയ്യണം, നിനക്ക് മറ്റേ ഒരുമാതിരി ആവൂലെന്ന് തോന്നും. ആ സമയം ഞാൻ ബ്രെയിൻ അങ്ങ് ഓഫ് ചെയ്തിടും. എന്ന് പറഞ്ഞാൽ ഈ ഫീലിങ്സ് വരുന്ന ഒരു ഭാഗം അങ്ങ് ഓഫ് ചെയ്തിട്ട് കർമ്മം അങ്ങ് ചെയ്യും. പിന്നെ ഫീലിങ്സ് ഒക്കെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് തിരിച്ച് കയറി വരണത്. അപ്പോഴത്തേക്കും കഴിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെയാണ് ആ സംഗതി വർക്കൗട്ട് ആകുന്നത്. അതെ അതെ, കുഞ്ഞൂട്ടനെന്ന് വല്ലാണ്ട് നമ്മൾ വഴിമാറി ചേട്ടൻ തിരിച്ചു വിട്ടില്ല. നീ ആ പാട്ടും പാടിച്ച് വേറൊരു ലെവലിൽ കൊണ്ടു ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി വന്നതാണല്ലേ. അതാണ് ഇവൻ എല്ലാം മറക്കുന്നവൻ. ഇവന്റെ ബ്രെയിൻ ഓഫ് ആണെന്ന് എനിക്ക് ഡൗട്ട്. ഓഫായിരിക്കും 100% ഉറപ്പാണ്. ചേട്ടനും ബ്രെയിൻ ഓഫ് ആകാനുള്ള കഴിവുണ്ട്. അതിനെന്തൊക്കെ ആരതൊക്കെ പറഞ്ഞാലും ഞാൻ ആസ്വദിക്കും. അത് എനിക്ക് ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളാണത്. അപ്പൊ അത് ഇപ്പൊ ചിലർ ചോദിക്കും ആ പക്കൂറിനെ അവിടെ ഇരുത്തി അവർ അമ്മ രണ്ടുപേരും കൂടി ഇൻസൾട്ട് ചെയ്ത പോലെ പോയി. കാരണം ഈ ആയിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ 100% എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മതി ചേട്ടാ. നമ്മൾ എന്ത് ചെയ്യുന്നു അത് 100% എൻജോയ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതെ, നമുക്ക് എപ്പോഴും കാര്യങ്ങൾ ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയൊരു വലിയൊരു പുണ്യമാണ് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തമാശയിൽ ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ വെറുതെ വളരെ ചെറിയ കാര്യം നമ്മൾ പല കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. അതെ, അത് ഓരോരുത്തരുടെ എന്താ പറയുന്ന വ്യക്തിത്വത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു ഇതുണ്ടല്ലോ. അതിനനുസരിച്ച് എനിക്കൊന്ന് കുട്ടിക്കാലം തൊട്ടിട്ടേ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള ഈ പറഞ്ഞ അങ്ങനെ ഒരു ഫ്രീ ആയി ആ ഒരു റൂട്ടിലേക്ക് പോകാനേ പറ്റൂല. ഞാനിങ്ങനെ എല്ലാം എന്നാൽ എല്ലാത്തിലും ഉണ്ട്, നമ്മുടെ ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഓരോരുത്തർ ഓരോ റൂട്ടിലൂടെ ആട്ടാ ബ്രെയിൻ ഓടുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ഭയങ്കര തമാശയായിട്ട് ചിലപ്പം ഫ്ലോറിൽ പറയണ സാധനങ്ങളൊക്കെ അവർ അതേപോലെ കട്ട് ചെയ്തെടുത്ത് കളയും. ഇന്നൊരു സംഭവം ഉണ്ടായത് അത് ഇവിടെ പറയാം, ഇത് പോഡ്കാസ്റ്റ് ആയിട്ട് കുഴപ്പമില്ലല്ലോ. എൻ്റെ അസിസ്റ്റന്റ് ഇതുകൊണ്ടിരിക്കുന്നത് നാരായണൻകുട്ടി, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേടാ എനിക്ക് ഹെയർ റിമൂവിങ് സ്പ്രേ വേണം. അപ്പോഴത്തേക്കും അണ്ടർ ആംസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അതോ ഒരു വ്ളോഗിൽ വന്നപ്പോഴത്തേക്കും ആൾക്കാർ അത് തന്നെ എടുത്ത് പറയുന്നു, നിനക്കൊന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നടന്നു പറയാം. ഏതോ ഉടുപ്പൂരിയ സീനിൽ പൊക്കിയപ്പോഴത്തേക്കും ചേട്ടാ ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കണം നോക്കണേ. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വേറെ മെസ്സേജ് വരുന്നു, ഇത് കൊള്ളാന്ന്. അപ്പൊ ഞാൻ വെച്ച് അതൊന്ന് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് പറഞ്ഞ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പൊ ഇവൻ വാങ്ങിച്ചുകൊണ്ടെന്ന് ഒരു വലിയൊരു ഡപ്പി ഒരു ഹെയർ റിമൂവിന്റെ സാധനം. അപ്പൊ ഞാനാണെങ്കിൽ എടാ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറയാം. അപ്പം പറഞ്ഞ കാർത്തി അടിച്ചു നോക്കാം എന്നും പറഞ്ഞില്ല, അവൻ അടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുടക്കണമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുടച്ച് നോക്കിയപ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ കീറിപ്പോണം. ഇവ ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇത് പോണില്ല, കക്ഷത്തിൽ നിന്നൊക്കെ മുള്ള്. ഇത് ഞാൻ ഉണ്ടാക്കി പറയണല്ല, ഇന്ന് രാവിലെ നടന്ന കാര്യമാണ്. വലിയ പാടാ. പിന്നെ അത് തുടച്ചെടുക്കാനും പിന്നെ ഇത് സ്പൈക്കായി. പിന്നെ നീ ബമ്പർ ചിരിയാകർഷിക്കുന്ന ഇങ്ങനെ മറ്റേ ഹനിഫിക്ക വരുന്ന പോലെ. എന്റെ പൊന്നു ദൈവങ്ങളെ എന്തൊക്കെ കഷ്ടപ്പാടാണ്. അപ്പൊ ഈ കഥ ഞാൻ ബമ്പർ ചിരി പറഞ്ഞു, കക്ഷമൊന്ന് കേട്ടപ്പോഴേ അവർ കട്ട് ചെയ്തു. അതെ അതെ, അതൊന്നും TV പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എത്ര വൃത്തിയുടെ സ്ഥലമാണ് ഇതൊക്കെ ആണെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എന്താ ആ ഒരു കാലം വരും, ആ കാലത്തേക്ക് നീ കൊണ്ടുപോകും, എത്തിക്കും ചേട്ടാ അങ്ങോട്ട്. ബോഡി പാർട്സ് പോലും അല്ലേ. അതെ, അത് ചില ബോഡി പാർട്സ് അങ്ങനെ ഒരു വൾഗറായിട്ട് ഓൾറെഡി ഉള്ളത് അത് അങ്ങനെ എനിക്ക് അറിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാം നമ്മുടെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. ചില ചീത്ത വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഓരോ ബോഡി ഭാഗങ്ങളായിരിക്കും. പക്ഷെ അത് പറയുന്ന ഒരു എഫക്റ്റിലാണ് അത് ചീത്തയായിട്ട് മാറുന്നത്. ചേട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ അത് നീ പേരെടുത്ത് പറയില്ല. പക്ഷെ അല്ല അതങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാനിപ്പോ അപകടാവസ്ഥ ഇരിക്കുന്ന പോലെ
ഇത് രണ്ടും കൂടി ഇരുന്നിട്ടേ എന്താ വരാൻ പോകുന്നത് ചെകുത്താനെ കടലിലെ നടുക്കായി പോയത്. ഫുള്ള് ബോഡി പാർട്സും ഇതിൽ കൊണ്ട് മറക്കുകയാണ് അവൻ. അയ്യോ നമ്മള് കുഞ്ഞൂട്ടൻ, ആ. കുഞ്ഞൂട്ടൻ എന്ന് വഴിമാറി വല്ലാണ്ട് ചേട്ടനെ വഴി തെറ്റിച്ച് വേറെ റൂട്ടിലോട്ട് തന്നെ വിട്ട് കളഞ്ഞ ചേട്ടാ അതിനെക്കുറിച്ച് 2 വാക്ക്. അല്ല എന്നാലും വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അഭിപ്രായം വരുമെന്നും. കാരണം വളരെ ടെൻഷനോട് കൂടി ഇറക്കിയതാ. ഒരു ഹൈ നിവൃത്തിയില്ലാതെ ഇറക്കാന്ന് പറയില്ല. കാരണം 9 വെച്ചു. അപ്പോൾ വലിയ പടങ്ങൾ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് 23ലേക്ക് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തുള്ള പടങ്ങളൂടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് വേറെ കുറേ പടങ്ങളും വരുന്നു. ഇതിനോട് ചേർത്താണല്ലോ നമ്മുടെ ഈ ചെറിയ പടം കൊണ്ടുവന്ന് ഇറക്കുന്നത്. പക്ഷെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയും. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് കുറച്ച് പേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ തിരക്ക് എല്ലാ തിയേറ്ററുകൾ പോലും നമുക്ക് എല്ലാ തിയേറ്റർ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് അഗ്രസീവായിട്ട് നിങ്ങൾ ഓൺലൈൻ മീഡിയ പ്രൊമോഷൻസും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല അത് ഞങ്ങൾ തുടക്കം തൊട്ട് ചാനലുകളിലും അല്ലാതെയും ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് അത് നമുക്കിപ്പം കോൺഫിഡൻസ് വന്നത് കൂടുതലും സന്തോഷം തോന്നിയത് പ്രതീക്ഷിക്കാത്തുള്ളൊരു റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ്. അത് സാധാരണക്കാരിൽ നിന്നാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സിനിമാ നിരൂപകരോ വിചക്ഷണന്മാരോ അവർ പറഞ്ഞപ്പുറത്ത് ഈ സിനിമ കാണാൻ വന്നിട്ടുള്ള സാധാരണക്കാർ ചേച്ചിമാർ അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നെന്നും അത് നമ്മുടെ ആൾക്കാർ പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിച്ചപ്പോൾ ആ പറയുന്നതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. മനസ്സിലായി. അതൊന്ന്. പിന്നെ രണ്ടാമത്തത് കുറേ കാലം കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ തമ്മിൽ ഒരു നമ്മുടെ combo സൗഹൃദത്തിനകത്ത് ഇപ്പം ഇതിനകത്ത് ഷാജു ഉണ്ട്, ആ. നോബി ഉണ്ട്. എന്നാൽ ഇവരാരും മിമിക്രിയിൽ അതിനെ പിന്നുള്ള തമാശകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ, ആ, ഇച്ചിരി സീരിയസ് പടമാണ്. എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്. ആ. അങ്ങനത്തെ ഒരു ചെറിയ ഒരു പാക്കേജ് ഫിലിമിൽ നിന്ന് ഈ ഒരു വലിയ ചുഴിക്കകത്ത് പെട്ടിട്ടും ആ. ഇത്രയും ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടി. അതിന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അത് ചില സമയത്ത് ഈ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില ഇപ്പം പറഞ്ഞ ഹാപ്പിനെസ് അതെ. ചെറിയ നമുക്ക് ചെറിയ അത് സന്തോഷങ്ങൾ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ. പിന്നെന്താ വെച്ചാൽ ഇപ്പം ഈ അത്ഭുത ദ്വീപിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി അതേപോലെ തന്നെയുള്ള ഒരു നായകൻ അതെ. വേറൊരു തലത്തിൽ ഇത് ഇച്ചിരി ജീവിതം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റത് ഫാൻറ്റസിയാണ്. ഫാന്റസി. അങ്ങനെയുള്ള ഇച്ചിരി ഒരു പവറുള്ള, അതായത് ഇയാൾക്ക് ഹൈറ്റ് കുറവാണെന്നോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളാണെന്നോ ഒന്നുമില്ല. അയാൾ കുടുംബം നോക്കുന്നു. അതുപോലെയുള്ള ഒരു ഇച്ചിരി വ്യക്തിപരമായിട്ട് ഹൈറ്റുള്ള ഒരു വെയിറ്റുള്ളൊരു ക്യാരക്ടറാണ് ആ, 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 ആ. നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അതെങ്ങനെ വരും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനും കൂടെ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൂടെ ചെയ്തപ്പോൾ അതും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളി. അതാണ്. പിന്നെ ഈ പടത്തിൽ ഇവൻ 2 ഗെറ്റപ്പാ. ഓ, അപ്പോൾ അത് 2 ഗെറ്റപ്പാണോ 2 ക്യാരക്ടർ? 2 ഗെറ്റപ്പിൽ ഒരു അതായത് അച്ഛനും മോനുമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഓ, അപ്പോൾ അതിനകത്ത് ഇച്ചിരി വയസ്സായിട്ട് ഉള്ള ഒരാൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗമുള്ളെങ്കിലും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ അത്യാവശ്യം അല്ലേ അതേപ്പറ്റി അല്ല, പറയട്ടെ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതായത് അങ്ങനെ ഒരു ഇത് കിട്ടണമെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടുള്ളൂ. ഒരു ഇൻട്രോ, ഓ, ഓ, മാസി വിൻഡ്രോ ഒക്കെ ആ ചേട്ടൻ. മാസ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ അതൊരു ഫാൻറ്റസിയാണ്. ആ. ആ ആള് എന്ന് പറയുന്നുള്ളൊരു ഒരു ഫാൻറ്റസി ഇതാണ്. അപ്പോൾ അതിന് ഏത് ലിമിറ്റ് വരെയും പോവാം നമുക്ക്. ആ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ്, ടിനി ടോം ആയതുകൊണ്ടല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അയാൾക്ക് എന്ത് ഹൈറ്റ് വരും. ഒരു ചെയ്യാം. ഗുസ്തിക്കാരൻ എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇൻട്രോ ഉണ്ടല്ലോ, ആ, 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 ആ. അതിനെ കുറച്ച് ബിൽഡപ്പ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്ത സംഭവം. ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്താണ് മാഫിയ ശശിയുടെ. ആ. അതൊരു അച്ഛൻ, അയാളുടെ മകനായിട്ട് തന്നെ ഞാൻ തന്നെ കർണൻ. ഓ. ഒന്ന് മല്ലൻ മഹാദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇത് മല്ലൻ കർണൻ എന്ന് പറഞ്ഞ അച്ഛനും മകനും. അപ്പോൾ അത് ശരിക്കും ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇൻ്റർവെല്ല് വരെ പക്രുച്ചേട്ടൻ. പക്രുച്ച് ഉണ്ട്, പിന്നെ അഴിഞ്ഞാടി ഷാജു, നോബി. ഞാൻ വന്ന പിന്നെ ഇവർക്കൊന്നും ഒരു അവിടെ സ്പേസ് ആ ഇല്ല. ഒരു ഏരിയ ഒരു ഇച്ചിരി നാടൻ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം, ജീവിതം, കല്യാണം ആ. അങ്ങനെയൊക്കെ പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്ന് വേറൊരു വഴിക്ക് കഥ പോകുന്ന ഒരു സിനിമ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആരും പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾ വരുന്നില്ല. അല്ലാതുള്ള രീതിയിൽ വരുന്നത് കൊണ്ടും പിന്നെ ഏത് ജനറേഷനുള്ള ആൾക്കാർക്കും അത് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ന്യൂജൻ സിനിമ പിന്നെ അല്ല അത്. ന്യൂജൻ പടമല്ല. എന്നാൽ കുറച്ച് പ്രായമായവർക്കും ചേച്ചിമാർക്കും അത്തരത്തിലുള്ളവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചേരുവകളുമുള്ള ഒരു അങ്ങനെ പറയാം, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഒരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി എന്റർടൈനർ. ഫാമിലിക്കൊക്കെ പോയി കാണാൻ അതെ അതെ അതെ. നല്ലൊരു പടമായിരിക്കും. കാരണം ഇപ്പൊ കുട്ടികൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ആ.
ഇതിൽ കുട്ടികളുണ്ട് കുട്ടികൾക്ക് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര അതെ അതെ ഇഷ്ടമാണ്. നീ അതാണ് ഞാൻ കുട്ടിയല്ലേ? പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സിലൊരു 31 കുട്ടി വയസ്സായിട്ടാ. 31 വയസ്സുള്ള കുട്ടി. അല്ല കാർത്തിക്. എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടി ഉണ്ടാവുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടിയുണ്ട്. ചില മിഠായി കാണുമ്പോൾ ചില അതുണ്ട് ആ, അതുണ്ട് ആ, അതുണ്ട്. അല്ല ആ ഒരു അതാണ് ആ കുട്ടിയുണ്ടാവും. കുട്ടിയാണ് ഞാനിപ്പോ ഈ അത്ഭുതദ്വീപിന്റെ കാര്യം പറഞ്ഞപ്പോ കണ്ടത്. സത്യോ എനിക്ക് ആ പറഞ്ഞ സാധനം വെച്ചിട്ട് ഇപ്പൊ സത്യം. പഞ്ചാബി ഹൗസും ഒക്കെ ആയിട്ട്. അങ്ങനെ നോക്കുമ്പം നമ്മള് വേറൊന്നുമില്ല. ഇതിനെ നമ്മളൊരു വലിയ ഇപ്പം ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയ സിനിമകളോടൊന്നും ഉപമിക്കാതെ ആ. നോർമലി ഒരു പ്രതീക്ഷയില്ലാതെ പോയിരുന്ന് കണ്ടാൽ ഹാപ്പി ആവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ. ആ. അല്ല ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടാത്തോണ്ടാണ് കാപ്പൊടിച്ചത്. അല്ല അല്ലല്ല അതിന്റെ രുചി എനിക്ക് പറ്റില്ല. ഇതെന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഭയങ്കര ക്ലീശ ഐറ്റമാ. ഏതേട്ടാ? ഏത് സിനിമയുടെ ഭാഗമായിട്ടും അതിന്റെ ആൾക്കാർ വന്നിരുന്നാൽ പറയുന്ന കാര്യമായുണ്ട്. ഒപ്പം നീ അത് അത് തന്നെയാണോ, അല്ല, എനിക്ക് അത് തന്നെയാണോ ഇതാണെന്നൊരു ഡൗട്ട്. ചേട്ടാ ഇതൊന്ന് കുടിച്ചു പോയി കഴിഞ്ഞാൽ ചേട്ടന്റെ സംശയം മാറും. ചേട്ടാ ഒരു സിപ്പ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു തമാശ പറയാൻ നോക്കിയിട്ടുള്ളൂ, കുഴപ്പമില്ല. ഏ? ഇല്ലടാ, ഞാൻ സീരിയസ്ലി പറഞ്ഞത്. ആ. അപ്പൊ അതാണ് നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 2 പാട്ടുകൾ ഓൾറെഡി എന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഫൈറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ബോറടിക്കുന്നില്ല. സമാധാനമായിട്ട് ഒരു ആ, ആൾക്കാർക്ക് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നമുക്ക് വലിയ സപ്പോർട്ടുണ്ട്. നമ്മുടെ ഇന്ന് രാവിലെ നടന്നൊരു സന്തോഷമാണ് പറയുന്നത്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറ് ഈ സിനിമയെ നമ്മുടെ സിനിമയെ വെച്ചിട്ടൊരു ചെറിയൊരു കുറിപ്പ് എഴുതി വിജയാശംസകൾ എന്ന് പറഞ്ഞ് ഇടുക എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു കലാകാരനായി എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്നുള്ളതല്ല, ഒരു ആക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനവും പ്രോത്സാഹനമാണ്. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ കാർത്തിക് ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും സിനിമ കാണും ചേട്ടാ എന്നിട്ട് ഞാൻ ഞാൻ കാണും ചേട്ടാ. ഞാൻ എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വലിയ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നിന്ന മേഖലയിൽ, അതായത് ഇപ്പം ഞാനും ടിനിയും ഇങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം കൂടുതൽ സമയം സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു സിനിമ എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ല നമുക്ക് എന്താ പറഞ്ഞാൽ വർക്കൗട്ട് ആവും എന്നുള്ളത് മനസ്സിലായി. നമ്മൾ പറയുന്ന കോമഡികൾ ഇപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അത് ടൈം പിന്നെ ഇങ്ങനെ ഒരു കോംബോ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കും എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ടി വിയിലൊക്കെ ചെയ്ത് ഓൾറെഡി ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ട് കുറേ നാൾ ഇന്റർവെൽ എടുത്തിട്ടുണ്ട് ഒരുമിച്ച് വരാതെ. എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് സീരിയസ് റോൾ, അതിൽ തമാശകളോ അങ്ങനെയുള്ള നമ്മളൊരു കോമഡി ആയിട്ടല്ല പോകുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കണ്ടപ്പോൾ നമുക്ക് ഓക്കെ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സന്തോഷം തരുന്ന കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള എല്ലാവരിൽ നിന്നും ഒരു വലിയ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. അത് മീഡിയയില്ല, ഏത് ചാനലിലും പല പരിപാടികളിലൂടെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം മെയിൻ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഇപ്പം ഈ അതെ, പറഞ്ഞ പോലെ തന്നെ ബമ്പർ ചിരി നമ്മുടെ ആയാലും. ബമ്പർ ചിരിയും. കാരണം അതെ. മനോരമയിലാണ് ഞാൻ 4 വർഷക്കാലത്തിന് അടുത്ത് കോമഡി ഫെസ്റ്റിവലിൽ Comedy festival. സിദ്ദിഖ് സാറിൻ്റെ ഉർവശി ചേച്ചിയുടെ കൂടി ഇരുന്നിട്ടുണ്ട്. അത്രയും എനിക്ക് ഒരിത് കിട്ടി. അതുപോലെ അതെ. കോമഡി ഉത്സവത്തിൽ ഫ്ലവേഴ്സ്, സവാരി ഗിരിഗിരി, സൂര്യ, അങ്ങനെ എല്ലാ ചാനലും, ഏഷ്യാനെറ്റിൽ തട്ടുകട, റിലേഷൻഷിപ്പ് ചേട്ടാ എപ്പോഴും കീപ്പ് തീർച്ചയായിട്ടും അതെല്ലാം അത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും. നമ്മൾ അധികം ഷോസും ചെയ്തിട്ടില്ല, 3 or 4, പക്ഷെ അതെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ അതെ, കോമഡി ഒരുപാട് മാസ്റ്റേഴ്സ് എടുത്ത് episode പറയണം, പോയതാണ്. അമൃത ടി വിയിൽ, അതിലും നമ്മൾ പ്രൊമോഷൻ. അപ്പോൾ എല്ലാ ചാനലുകളും അവരുടെ ഒരു പടമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആളായിട്ട്, അതുപോലെ തന്നെ മറ്റ് ഇപ്പം പത്രമാധ്യമങ്ങളുണ്ടല്ലോ, അതെ. മനോരമ, മാതൃഭൂമി, രാഷ്ട്രദീപിക, മംഗള, എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് കേരള കൗമുദി എല്ലാം റൈറ്റപ്സ് സൺഡേയിൽ തന്നെ കിട്ടി. ആശംസകൾ, അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതൊരു നമ്മൾ ഇത്രയും ഈ ഒരു കാലം ഇത്രയും ഈ ഒരു മേഖലയിലൂടെ നടന്നു വന്നുകൊണ്ട് കിട്ടിയ ഒരു സന്തോഷം. അതെ സത്യം ചേട്ടാ. അത് ചേട്ടനോട് നിങ്ങൾ രണ്ടാളോടും ആൾക്കാർക്കുള്ള ആ ഇഷ്ടം കൊണ്ടാണ്. ഇപ്പോ അതെ. മഞ്ജു ചേച്ചിയൊക്കെ ചേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 100 നാവാണ്. നിങ്ങൾ അത്രയും കാലം ഒന്നിച്ച് ഡീസന്റ് ആൾക്കാരെ കുറെ കുറിച്ച് കാലമായിട്ട് എത്രയോ അതെന്തോ പറയണ പോലെ കുറെ കാലമായിട്ട് നാം കണ്ടോണ്ടിരിക്കുന്നല്ലേ മഞ്ജുവിനെയൊക്കെ, എത്രയോ കാലമായിട്ട് ചേട്ടൻ അജീന്ന് അജീന്നാ വിളിക്കുന്നത്. വിളിച്ചത് ഇവനും അജീന്ന് തന്നെ വിളിക്കുന്നത്. അജീന്ന് തന്നെയാണല്ലേ നിങ്ങൾ വിളിക്കുന്നത്? വളരെ ക്ലോസ് കൂട്ടുകാർക്ക് അല്ല വീട്ടിലൊക്കെ എന്നെ അജീന്നാ വിളിക്കുന്നത്. പിന്നെ അല്ലാതെ ഈ പക്രൂന്ന് വിളിക്കുമ്പോഴത്തേക്കും ചേട്ടൻ അത് ഒന്നുമില്ല. സന്തോഷമല്ലേ ഉള്ളൂ. അജീന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണ് അത് തന്നെ എനിക്ക് പക്രൂന്ന് വിളിക്കുമ്പോഴും കിട്ടുന്നു. പക്രു ചേട്ടൻ, ഞാനും അജിച്ചേട്ടാന്ന് വിളിച്ചോട്ടെ. നീ അയച്ചേട്ടാന്ന് വിളിച്ചൊരു കുഴപ്പമില്ല. സെറ്റ്. ഞാൻ മാത്രമല്ല, എന്റെ ഫോളോവേഴ്സ് അജിച്ചേട്ടാന്ന് വിളിക്കും. ഇനി അജിച്ചേട്ടന്റെ പ്രളയമായിരിക്കും ഇനി നോയോ. ചേട്ടന് ഇതുപോലെ ബോഡി ഷേമിങ്ങും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ബോഡി ഷേമിങ് വന്നിട്ടില്ല. ഞാൻ ഡൽഹി പോയപ്പോഴാണ് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വന്നത്.
നമ്മുടെ ഇവിടെ കറുപ്പ്, വെളുപ്പ്, മഞ്ഞ, നീല അങ്ങനെ കളറിന്റെ ഒരു ഇതില് ആരെയും അങ്ങനെ കൊച്ചിലൊന്നും പറഞ്ഞു കേട്ടില്ല കേട്ടാ. പക്ഷെ അവിടെ ചെന്നപ്പോ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവന്മാരുടെ ആറ്റിറ്റ്യൂഡേ വേറെയാണ്. ഉം. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. കണ്ടെന്ന് വെച്ചാല് ഇപ്പോ ഈ കറുപ്പ് നമ്മള് ജീവിച്ചു വന്നേക്കണത് എല്ലാവരും കൂടെയാണ്. ജാതി അതെ മതം അതെ ഒന്നുമില്ലാത്ത ഇതിന്ന് വന്നേക്കണാണ്. മലയാളികൾ ആ കാര്യത്തിൽ ഭയങ്കര ഭേദമാണ്. ആണ്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോ ഉം. ഈ നമ്മളോടുള്ള രാജ്യത്തൊന്നും പെരുമാറ്റം പോണ്ട, അങ്ങ് ഡൽഹി പോയാൽ മതി. നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇവർക്ക് മാറുന്നുണ്ട്. അതെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുന്നത് അത് നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതെ. വേർതിരിവ് അവിടെ വെച്ചാണ് അനുഭവിച്ചത്. ആ അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഈശ്വര ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്നൊരു ക്ലിക്കാണ്. ഉം. ഉം, ഉം. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സാധനം കാണാതെ നമ്മൾ മറ്റേ എല്ലാം പച്ചപ്പും ഹരിതാപയായിട്ട് പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ലോകമേ മാറി, ആൾക്കാരുടെ കോൺസെപ്റ്റുകളെ മാറി. അവിടെ വന്നപ്പോഴത്തേക്കും വർണ്ണവിവേചനം, ഉം. ഇപ്പോൾ ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ഭാഷ അറിഞ്ഞിട്ട് നമ്മള് നമുക്ക് യു പിടിച്ചിരിക്കാൻ എസിലൊക്കെ ആദ്യം പറ്റില്ല. ഷോന് പോകുമ്പോ വീടുകളിലാണ് താമസിച്ചിരുന്നത്. ആ അപ്പൊ അവിടെ അപ്പനമ്മമാർക്കൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും. അവരുടെ മക്കൾ എന്ന് പറഞ്ഞത് കാണുന്നത് മൈൻഡ് ചെയ്യില്ല നമ്മള്. ചിലപ്പോ ഉം. എന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകും. അതെന്താ? അപ്പൊ നമ്മളേതോ അഭയാർത്ഥികൾ കിടക്കണം അവിടെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് തരുന്ന ഒരു വില കാരണം അവര് കാണുന്നത് ഏതോ മറ്റേ പണിക്ക് വന്നേക്കുന്ന ആൾക്കാരെ പോലെ. അവര് നമ്മുടെ ഷോ കാണാൻ വരാറില്ല. നമ്മുടെ ഷോസ് ആയിട്ട് ബന്ധമില്ല. കാരണം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ യുഎസ് എന്നൊക്കെ യുഎസ് ആണ്, പറഞ്ഞാല് അവരുടെ കൾച്ചറേ വേറെയാണ്. കൾച്ചർ വേറെയാണ്. അവിടുത്തെ ആൾക്കാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവര് കാണുമ്പോൾ കേരളത്തിൽ നിന്ന് ഏതോ പപ്പയുടെ ഒക്കെ ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിരിക്കുന്നു. ഉം. എന്തോ ഈ മലയാളം പോലും പറയില്ല അവര്. ഉം. അപ്പൊ നമ്മുടെ മുമ്പിലിരുന്ന് അവർ എന്നിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവിടെ കിടക്കായിരിക്കും. അപ്പൊ വെറുതെ ഇങ്ങനെ നോക്കുപോലും ഇല്ല. അവരവരുടെ മറ്റേ ബാസ്കറ്റ് ബോളൊക്കെയാണ് അവർ കാണുന്നത്. ബാസ്കറ്റ് ബോൾ മറ്റേ റേസ് ക്രിക്കറ്റ് ഒന്നും അവർക്ക് അല്ലില്ല F1 റേസ് ഒക്കെ കാണുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മളെ ശരിക്കും അഭയാർത്ഥികളെ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഹോട്ടലിലൊക്കെ താമസം അപ്പൊ പിന്നെ ഇത് കാണണ്ടല്ലോ. കാണണ്ട. എങ്കിലും ഇവര് പപ്പ കാശ് കളയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത് എന്നുള്ളതാണ് അവര് പിള്ളേർക്ക് അത് ആ ഒരു ഫീലിംഗ് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് കേട്ടാ. അത് വേറെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കൊക്കെ താമസിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. നമ്മുടെ മുമ്പിൽ അവര് ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ടിരുന്നു, അവര് പോകുന്നു. അത് അവിടുത്തെ കൾച്ചറേ വേറെയാണല്ലോ. 17-18 വയസ്സ് അവര് ജോലിക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് ഒരു പ്രായം ആകുമ്പോഴത്തേക്കും അവരെ തന്നെ അങ്ങ് മാറ്റി മാറ്റി നിർത്തുകയാണ്. ആ ഒരു റിലേഷനൊക്കെ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അതെ. ഭയങ്കര ബോണ്ടല്ലേ. നമ്മളിവിടെ സ്വർഗ്ഗമാണ്. അപ്പൊ അവര് പറയും നാട്ടിലൊരു 10,000-15,000 രൂപ കിട്ടുമെങ്കിൽ അവിടെ നിൽക്കണത് നല്ലത്. പിന്നെ മക്കളെ ഇങ്ങോട്ട് വിടാൻ തുടങ്ങി പഠിപ്പിക്കാൻ. അതായത് ഇവിടെ പഠിച്ചാലേ ഒരു ഫാമിലി എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് പലരെയും കയറ്റി അങ്ങോട്ട് വിടുന്നുണ്ടല്ലോ. ഇപ്പൊ റീമൈഗ്രേഷൻ വരും, ഇനി തിരിച്ചു വരും. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഈ ഒരുപാട് ബ്രെയിൻ ഡ്രെയിൻ ആയിട്ട് പോകണം. ഞാൻ പറയണ കേട്ടാ, പോണം, പഠിക്കാനൊക്കെ പോകണം, കൾച്ചർ കാണണം, അതൊക്കെ നല്ലതാണ്. നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് അമ്മമാരൊക്കെ വായിരിക്കണൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നാടിൻ്റെ വില മനസ്സിലാക്കുള്ളൂ. പക്ഷേ എന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കുറവ് കാരണം ഇവർ അവിടെ തന്നെ അങ്ങ് ആയിപ്പോവും. അത് ആ ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട്. ആ ഇതൊക്കെയാണെന്ന് മാറ്റി അവിടെ പോയി ആകുന്നൊന്നും മാത്രമല്ല, അതും കുഴപ്പമില്ല. ക്യാഷ് കിട്ടും, നമ്മുടെ നാട്ടിലേക്ക് പൈസ വരും. അത് കഴിഞ്ഞ് അവർക്കുണ്ടാകുന്ന അവിടെയുള്ള ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ രാജ്യത്തോടോ നമ്മളോടോ ഒന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല. കാരണം അവരവിടുത്തെ സിറ്റിസൺസ് ആണല്ലോ, അവരുടെ സിറ്റിസൺസ് ആക്കി വളർത്തിയെടുക്കുകയാണല്ലോ. കുറെ ആൾക്കാർ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കും, കുട്ടികളെ നമ്മുടെ മലയാളം പഠിപ്പിക്കണം. നമ്മുടെ സ്ഥലത്ത് ചില കുട്ടികൾക്ക് നമ്മുടെ നാട് ഇഷ്ടം എന്ന് പറഞ്ഞ കുട്ടികളും ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഭൂരിപക്ഷം നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അത് വൃത്തിയില്ലെന്നൊക്കെയാ പറയണത്, എനിക്കറിയാം. നമ്മളെവിടെയോ അങ്ങനെ ഒരു ടോക്ക് വൃത്തിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. അങ്ങനെ പറയാ. ചിലപ്പോ ഇവിടുത്തെ ട്രെയിനിൽ കയറി കാണും ചേട്ടാ. ട്രെയിൻ അവരെ ഈ പറഞ്ഞ അവരുടെ ഇവിടെ എന്ന് പറയുമ്പോ എല്ലാം നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ലക്ഷറിക്ക് ലക്ഷറി ഉണ്ട്. എന്നാ ഇച്ചിരി പറഞ്ഞ പോലെ തന്നെ ഈ ഓടയിലെ വെള്ളമൊക്കെ കാണുമ്പോ അവർക്ക് ഇങ്ങനെ തുറന്നു കിടക്കുന്നതും എന്തോ കൊതുക് ഇതൊക്കെയാ അവര് പറയണത്, കൊച്ചു പിള്ളേര്. എന്നാ അവിടുത്തെ മോശം കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം വരികയും ചെയ്യും. എല്ലാം ഇങ്ങോട്ടാണ് ആദ്യം വന്നത് ഇവിടെ ആയിരിക്കും. അതെ, പ്രോസസ്ഡ് ഫുഡിലൊക്കെ തന്നെ ഏട്ടാ, അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള പ്രോസസ്ഡ് ഫുഡ് അല്ല നമുക്ക് ഇവിടെ തരുന്നത്. അവര് ഒരു 15 വർഷം മുന്നേ ബാൻ ചെയ്ത സാധനങ്ങളൊക്കെ ഇതിവിടെ ബാനായി നേരെ അടുത്ത രാജ്യത്തോട്ട് തട്ടു, അടുത്ത രാജ്യത്ത്. ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോ ഞങ്ങളുടെ കൂടെ ഒരു സുരേഷ് മാഞ്ഞാലി ഉണ്ടായിരുന്നു. അവനെ കാണാതെ പോയി, കൂട്ടം തെറ്റിപ്പോയി. തെറ്റിപ്പോയിട്ട് അവൻ ഇവിടുന്ന് ഒരു നമ്പർ, ഒരാളുടെ സായിപ്പിൻ നമ്പർ മേടിച്ചിട്ട് അവന്റെ കയ്യില് കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഷോക്കാർഡ് എന്നൊക്കെ ഇതൊക്കെ എടുത്ത് പോക്കറ്റിൽ പുള്ളിയപ്പോൾ ഷോക്കാർഡൊക്കെ ഇട്ടു. അങ്ങനെ വിളിച്ചിട്ട് നീ എവിടെ നിൽക്കുന്ന ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വലിയ നായയുടെ ചൂട്ടിൽ നിൽക്കുന്നെന്ന്.
മക്ഡൊണാൾഡ്സ് ഇല്ലേ, ആ, ഓ. വലിയ നായുടെ ചോട്ടിലുണ്ട് ഇങ്ങോട്ട് വലിയ വന്ന്. നായുടെ ചൂട്ടിലുണ്ടെന്ന്. ആ നായ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു. അതെ, അതാണ്. സത്യം. മെക്ഡൊണാൾഡ്സ് എന്തോരം ഫോറിൻ ഷോപ്പുകളാണ് കേട്ടാ നമ്മുടെ പക്ഷെ നാട്ടിൽ എല്ലാം വ്യത്യാസമുണ്ട് അവിടുത്തെ ടേസ്റ്റ്. ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാം. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൂടെ ചേരുന്ന രീതിയിൽ അവരിതിനെ മാറ്റും. അമൃതാഞ്ചം വരെ മാറ്റമുണ്ട്. ഏ? അമൃതാഞ്ചം തേക്കുമ്പോ പുറത്തുനിന്ന് മേടിക്കുന്ന അമൃതാഞ്ചന്റെ പവർ ഇല്ല ഇവിടുത്തെ. ഓ ഓ അതെ അതെ അതെ. നിങ്ങൾക്ക് ടൈഗർ ബാമൊക്കെ വിളിച്ച് മേടിച്ച് നോക്കിക്കോ. ആ. ദുബായിൽ നിന്ന് മേടിക്കുന്ന അവന് ഇങ്ങനെ തൊട്ടാൽ മതി, നല്ല അവിടം വരെ കയറും. ഉഫ്. ഇവിടുത്തെ കയറൂല. ഈ പെപ്സി ദുബായിൽ നിന്ന് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ടേസ്റ്റേ വേറെ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെപ്സി എങ്കിലും അവന്മാർക്ക് ഇവിടെ സെയിം ആക്കി കൂടെ? പെപ്സി എന്നുള്ളതല്ല, ഒരുവിധപ്പെട്ട എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് കയറ്റി അയക്കത്തില്ലേ ആ. പുറത്തേക്ക്, അതെ അതെ. ഒരു സോപ്പെന്ന് വെച്ചോ, ആ ക്വാളിറ്റി സാധനം നമ്മുടെ ഇവിടെ കിട്ടാൻ വളരെ സാധ്യത കുറവാ. ചിലപ്പോ നമ്മുടെ ഇവിടെ വാങ്ങാൻ ആളില്ലാത്തോണ്ടായിരിക്കും അല്ല അവരിതൊക്കെ എന്തോ അങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ. കിടപ്പ് കിടക്കുന്നത്. അല്ല, ഏറ്റവും നല്ല കശുവണ്ടി, ആ. ഏറ്റവും നല്ല കുരുമുളക്, ഉം. ഏറ്റവും നല്ല ഇത് ഏറ്റവും നല്ല പിള്ളേര് എല്ലാം ഇവിടെ നിന്ന് കയറ്റി വിടാണ്. ബുദ്ധി പിള്ളേര് എല്ലാത്തിനെയും കയറ്റി വിട്ടോണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ലാസ്റ്റ് ഇവിടെ എന്താവും? ബുദ്ധി ഇല്ലാത്ത കുറച്ച് ആൾക്കാര്. നമ്മളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് പോഡ്കാസ്റ്റും ചെയ്ത് ഇങ്ങനെ ഇരിക്കുമെന്ന്. സമയത്ത് സമയം പോണെന്ന് അറിയില്ല. അയ്യോ. നമുക്ക് 11 അയ്യോ, മണി എത്രയായി? 11 ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവും. നമ്മള് സമയം പോണ അറിയില്ല. ഇപ്പോഴും അതെ, പക്ഷെ എനിക്ക് നാളെ പോകണമെന്ന് മാത്രമേ ഞാൻ പുറത്തുനിന്ന് എനിക്ക് മാത്രമേ. ഷൂട്ടുണ്ട് കേട്ടാ. എനിക്ക് ഈ സമയമില്ലാത്ത സമയത്ത് ഇത് ചെയ്യുന്നതിൽ ഒരു വിഷമമുണ്ട്. മണി എത്ര നേരം എടാ പോഡ്കാസ്റ്റ് 11 തുടങ്ങിയിട്ട്? 1.5 മണിക്കൂറായിട്ട് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. സംസാരിച്ചോണ്ടിരിക്കുക. സോ എനിക്ക് നിർത്താൻ തോന്നാനല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞ ഗ്യാപ്പില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണേ. അതെ, ഇത് ഒരു കട്ട് വന്നിട്ടില്ല. നമ്മള് കട്ടുമല്ലോ വിളിച്ചില്ല. ഒന്നുമില്ല. അത് അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പാട്ട് പാടി, മൂവിയുടെ വിശേഷങ്ങൾ പറഞ്ഞു, എവിടെയൊക്കെ പോയി നമ്മള്. അതെ. അതെ. അപ്പൊ അപ്പൊ ഈ എന്തായാലും ഒരു വലിയ സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞൂട്ടന്റെ 916 കുഞ്ഞൂട്ടന്റെ. കുഞ്ഞൂട്ടൻ അതില് മോർസ് ഡ്രാഗൺ എന്റർടൈൻമെന്റ് ആ. അവരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെ. അതിനകത്ത് എന്നോടൊപ്പം തന്നെ ഒരു രാകേഷ് സുബ്രഹ്മണ്യം ആ. എന്ന ഒരു പുതുമുഖ നടൻ കൂടി വന്നിട്ടുണ്ട്. ആഹാ. അദ്ദേഹം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ ഇവിടെ പിന്നെ ഉണ്ടോ? വന്ന ഇല്ല. എല്ലാ ആ. ആർട്ടിസ്റ്റുകളും ആ. അത്യാവശ്യം നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഉം. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം ഇപ്പം ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉം. പിന്നെ നീ പറയണം, ഉം. 916 കുഞ്ഞൂട്ടൻ പക്കുറിച്ചേട്ടൻ്റെ ചെറിയ പടമാണ്, എല്ലാവരും ഒന്ന് കാണണം. ചേട്ടാ, ഞാൻ കണ്ടിട്ട് പറയും ചേട്ടാ. ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് പറയും. പറയണം, മതി, അത് മതി. ഞാൻ കണ്ടിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച എന്തോ സ്ക്രീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളൊരു ഞാൻ വരും. ചേട്ടൻ കാണും അവിടെ? ഞാൻ ക്ഷണിച്ചു, ഞാൻ വരും. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. 29 തീയതി. അപ്പൊ ഞാൻ വരാം. ഞാൻ വന്ന് നിങ്ങളെ കൂടെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അത് ഒരു വലിയ സന്തോഷമായിരിക്കും. എനിക്ക് സന്തോഷമുള്ള കേട്ടോ. കാരണം എനിക്കറിയില്ല, എവിടെയൊക്കെയോ ചേട്ടൻ ഇത് പറഞ്ഞാൽ ചേട്ടന് ചിലപ്പോൾ അത് കണക്റ്റ് ആവത്തില്ല. ഞാനൊന്ന് കൊച്ചിലെ ഇരുന്ന് ഞാൻ വലിയ ബിഗ് സ്ക്രീനിൽ ചേട്ടൻ്റെ മസിൽ പിടയ്ക്കുന്ന തൊട്ട് ആ സിനിമയുടെ ലാസ്റ്റ് കുന്ത എറിയണത് വരെ ഉള്ള എല്ലാ സീനുകളും എൻ്റെ മനസ്സിലൊക്കെ ഇതൊക്കെ അച്ചടിച്ച് വെച്ച പോലെ കിടപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അത് വെറുതെ ഒരു അതിശയോക്തി പറയുന്നുണ്ട്, ഇല്ലാത്ത കാര്യം പറയുന്നതല്ല. ബമ്പർ ചിരിയിൽ ഫസ്റ്റ് ആങ്കറായിട്ട് നീ വന്നില്ലേ, ആ. വന്നപ്പോൾ തന്നെ നിന്നോടൊരു പ്രത്യേക സ്നേഹം നമുക്ക് തോന്നി. അയ്യോ. സീരിയസ്ലി പറഞ്ഞാണ്. ആ. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം മഞ്ജുവിനെ വിളിച്ചിട്ട് നമ്പർ എടുത്തു. ആ. കാർത്തിക് എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഇതുവരെയും കാണാത്ത നമ്മൾ ഒത്തിരി ആങ്കർമാരെ കണ്ടിട്ടുണ്ട്. ആ. അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ട് അതെല്ലാം പോളിഷ്ഡ് ആണ്. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ നിന്നിട്ട് ഒന്ന് ഇത് മണ്ണീന്ന് പറിച്ചെടുത്ത കപ്പ പോലെ. അതുപോലെ വേറെ ഇതല്ല. അപ്പം നാടേ. ആ നമ്മൾ ഒരു വഴി കൂടി പോകുമ്പോൾ സ്നേഹമുണ്ട്. ഇലയോടുകൂടി വെക്കൂലേ കപ്പ. ആ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമില്ല. സന്തോഷം ചേട്ടാ. കാർത്തിക് സൂര്യ കപ്പയോടുകൂടി ഉപമിച്ചതിന് അല്ല, എനിക്കിഷ്ടമുള്ള സാധനം നല്ലൊരു കിഴങ്ങാണെന്ന്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കപ്പ ഇത് റെഡി എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം റോട്ടിൽ ഏതെങ്കിലും ഇറച്ചിക്കടയുടെ ഫ്രണ്ടിൽ ഇലയോടുകൂടി ഇരിക്കുന്ന കപ്പയാണ്. ആണ് കേട്ടാ. ആ കപ്പ തന്നെയാണ് ഞാൻ. ഉപമേശ്വരൻ. ഓ, ഭുവനേശ്വരൻ. സത്യം ചേട്ടാ, ഞാൻ അവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ നസീർ സംക്രാന്തിക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ ചേച്ചിമാർ തൂക്കാൻ വരുമ്പോഴത്തേക്കും ചേച്ചിയെ തുറപ്പം മതി, തൂത്തതും കൊണ്ട് മാറ്റെന്ന് പറയും. അപ്പം ഇക്കാച്ചി തുറപ്പേ പറഞ്ഞ് എന്തൊക്കെ തുറപ്പാതാണ്ട ഇത്, എടാ അത് ചൂല് പറഞ്ഞു. ഇക്കാ നമ്മുടെ അവിടെയൊക്കെ ഇത് തുറപ്പയാണ്. ഒരു ടി വിയിൽ വന്നിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളാണ് ഇത്. അല്ല, ഇതാണ് സത്യം. എവിടെ സ്ഥലം എവിടെയാണ് കറക്റ്റ്? ചേട്ടാ, തിരുവനന്തപുരത്ത് ചെല്ലമംഗലം എന്നാണ് സ്ഥലത്തിന്റെ പേര്. ശ്രീകാര്യത്തിനൊക്കെ അടുത്തായിട്ട് വരും. കഴക്കൂട്ടത്തോട്ട് 7 കിലോമീറ്റർ, തമ്പാനൂരോട്ട് 12 കിലോമീറ്റർ. അതിന്റെ ഇടയ്ക്ക് തുള്ളണൊക്കെ കാണുന്നത് എന്താണ്? ഇത് എന്തോ ഒരു പൂജ സംഭവമൊക്കെ. അയ്യോ ചേട്ടാ, അത് ഞാൻ കാവടി എടുത്തതാണ്. ഞാൻ അഗ്നിക്കാവടി എടുത്തതാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് അഗ്നിക്കാവടി എടുക്കുന്നത്. ആദ്യത്തെ കാവടി എടുക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 16ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ വേൽക്കാവടി എടുക്കുന്നത്.
അപ്പോൾ അന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഇത് സ്ഥിരം ഉള്ള പരിപാടിയാട്ടാ. കാവടി അണ്ണന്മാരൊക്കെ കാവടി എടുക്കും. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പൊന്നും ശൂലമൊക്കെ ഇടൂല. നിറച്ചോ? ശൂലം അത് വേല്. വേലി നമ്മുടെ ഇവിടെ കിറ്റ്. ആ, അഗ്നി എടുക്കുന്നതുകൊണ്ട് ചെറിയ വേലാണ്. കൊച്ചിലെ എടുത്ത കുറച്ച് വലിയ വേലായിരുന്നു. മനസ്സിലായി. അവൻ വേല ഇറച്ച് ആഴിയിലിറങ്ങി 2 അഗ്നി കാവടി എടുത്തു. ഈ മൂന്നെണ്ണം എടുക്കണമെന്നായിരുന്നു. തുളച്ചിടുന്ന കാവടിയാണ് വേറൊരു. ഈ ശൂലം ഇവിടെ മനസ്സിലായി. ഇവിടെ തുളച്ചിട്ടുണ്ടോ? പിന്നെ ആണോ? 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ വേല കുത്തിയിട്ടുണ്ട്. ശൂ. 3 പ്രാവശ്യം വേല കുത്തി തന്നെയാണ് അഗ്നി എടുത്തത്. അപ്പോൾ അത് വേറൊരു ഇതാട്ടാ. അന്നേരം വേറൊരു മൈൻഡ് സെറ്റാണ്. നമ്മളല്ല നമുക്ക് നമ്മളെ തന്നെ ഒരു ദൈവമായിട്ടൊരു ഫീലാണ് അന്നേരം. ഈ ഒമ്നി പൊട്ടൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ നമ്മളിലാണ് എല്ലാം സർവവും എന്നുള്ളൊരു ഫീലാണ്. അന്നേരം നമ്മുടെ എക്സ്പ്രഷൻസും ആക്ഷൻസും ഒക്കെ ഭയങ്കര വേറൊരു ഇതിലുണ്ട്. നമ്മൾ 21 ദിവസത്തെ വ്രതം എടുത്ത് ഇതിന് വേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന അതാണ് നമുക്ക് ഇതാണ്. അപ്പം മൈൻഡിൽ സെറ്റാണ് ആ ഒരു സംഭവം. അപ്പം നമുക്ക് ഈ ചെണ്ടമേളം കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം, ഇതെല്ലാം ചുറ്റും നടക്കുകയാണെന്ന്. പക്ഷേ കുത്തുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യത്തില്ല. ആഴിയിലിറങ്ങുമ്പോൾ നമുക്ക് ചൂടറിയത്തില്ല. അത് വേറൊരു എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വരണം കാണാനായിട്ട്. അങ്ങനെ ആവട്ടെ, ആ അതൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ അതെ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും 916 കുഞ്ഞൂട്ടന്. ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ചേട്ടാ കാണാൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. എനിക്കൊരു 1000 ചോദ്യങ്ങളുണ്ട് ഇനിയും, പക്ഷെ നമുക്ക് അല്ല, സമയം എനിക്ക് തോന്നുന്നു പരിമിതമായിപ്പോയതുകൊണ്ട് ഇനിയും വരാമല്ലോ. ഇനിയും നമുക്ക് തീർച്ചയായിട്ടും ചേട്ടാ, ഇരിക്കാമല്ലോ. തീർച്ചയായിട്ടും ചേട്ടൻ. കാരണം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ബ്രോഡ്കാസ്റ്റ് അപ്പോൾ നമ്മുടെ ആദ്യത്തെയാണ് ഇത്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ച് നല്ലൊരു ഒരു എന്താ പറയുന്ന റെസ്പോൺസ് കിട്ടിയാൽ നമുക്ക് കുറച്ചൊരു ചെറിയൊരു കാലം വിട്ടിട്ട് അങ്ങോട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാക്കി കഥകൾ തീരൂല, അത് ഒരുപാടുണ്ടാവും. അത് അത്രയും കേൾക്കണോ എനിക്ക് എല്ലാം വേണം. തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കാം. കാരണം ആൾക്കാരുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ ബെറ്റർമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു ബുക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ മഹാന്മാരായ വ്യക്തികളോടുകൂടി നീ സംവാദിക്കണം, നീ സംസാരിക്കണം. അവരിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ നീ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. അല്ല, അങ്ങനെയാണ് നീ ഇതുവരെ സമയം കളഞ്ഞത് വെറുതെ. ഇപ്പൊ ഇപ്പൊ പക്ഷേ പോട്ടാ അങ്ങോട്ട്. മഹാനൊന്ന് മഹാബോറ അല്ല, നമ്മളൊക്കെ എന്റെ ഇതില് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം കണ്ടിട്ടുള്ളവരാ. അതെ, നമുക്ക് കണ്ണ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ കണ്ട. അതില് എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര, സുജിത്ത് ഭക്തൻ. അതെ. സുജിത് ഭക്തൻ ഈ അടുത്തൊരു യാത്ര നടത്തി ഞാൻ ഫുള്ള് ഞാൻ കണ്ടിരുന്നു. എന്റെ വൈഫ് ഇരുന്ന് കാണുന്നുണ്ട്. ട്രാവൽ വ്ലോഗ് കംപ്ലീറ്റ് എല്ലാം ബൈ റോഡ് ട്രാവൽ ചെയ്തേക്കണത്. ഒരു കപ്പലെടുത്ത് പോവുക, ഇങ്ങനെ പോവുക ഇതിന്. അപ്പോൾ അതുപോലെ നമ്മൾക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോകം മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ വ്ളോഗ് ചെയ്തിട്ട് ഇതൊന്നുമല്ല, നമ്മൾക്ക് കാശെടുത്ത് പോകാനും പറ്റാത്ത അവസ്ഥയിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരു ചെറിയൊരു കല തൊണ്ട കൊണ്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമുക്ക് ലോകത്ത് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് വീടുകൾ ഇതൊക്കെ സന്ദർശിച്ചപ്പം നയാഗ്ര വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലൊക്കെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി ഭയങ്കരമായിട്ട്. ജന്മത്ത് വിചാരിച്ചിട്ടില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നയാഗ്ര വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിൽ ഞാൻ വിചാരിച്ചു എന്തോരം വെള്ളാന്ന് ഓർത്തിട്ടായിരിക്കും. അല്ല, എന്തോരം വെള്ളമെന്ന് ഓർത്തിട്ടല്ല. അല്ല, എനിക്ക് കരച്ചിലൊന്നും. സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചൊരു സ്ഥലത്ത് ദൈവം കാണിച്ചു തന്നല്ലോ. അല്ല, സത്യം സത്യം ചേട്ടാ, സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണാൻ പറ്റി. അതെ, എക്സ്പീരിയൻസുകളാണ് ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസും ഡിഫറൻസ് ആയിരുന്നു ചേട്ടാ. അതിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ചേട്ടാ പഠിക്കാൻ. അല്ല, നീ ഇപ്പൊ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് ഒരുപാട് കാര്യങ്ങളെ പറ്റി. ഇപ്പൊ നമ്മളിപ്പോ ഇത് കേട്ടും കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് കുറെ സാധനം പുറത്ത് വരും, ഔട്ട്പുട്ട് വരും. ചിലപ്പോൾ നമുക്കറിയാൻ പറ്റില്ല അതൊന്നും നമുക്ക്. പക്ഷെ കുറെ പേരുമായിട്ട് സംസാരിക്കുമ്പോഴേ അനുഭവങ്ങൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതേപോലെ ആയിരിക്കില്ല ചിലപ്പം പുതിയൊരു നടനെയോ അല്ലെങ്കിൽ പുതിയൊരു മിമിക്രി ആർട്ടിസ്റ്റോ അല്ലെ പുതിയൊരാളെ വിളിച്ച് സംസാരിക്കുമ്പം എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. സത്യം. അതെ, അത്രേ ഉള്ളൂ. ആ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. എന്തായാലും 916 കുഞ്ഞൂട്ടന്റെ കാര്യം പ്രത്യേകം തീർച്ചയായും 916 കുഞ്ഞൂട്ടൻ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തീർച്ചയായും ചെന്ന് കാണുക, എന്നിട്ട് ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം നമ്മൾ അറിയിക്കുക. ഫക്രു ചേട്ടൻ നായകനായി തകർത്തതാണ്. ടിനിച്ചേട്ടനും അതിനകത്ത് 2 പരിവേഷം ഉണ്ട്. ആ 2 പരിവേഷവും കണ്ടിട്ട് ഇവരുടെ അടുത്ത് അഭിപ്രായം നമ്മൾ രേഖപ്പെടുന്നതായിരിക്കും. ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. കുറച്ച് അൺലീഷ് ആവാൻ പറ്റുള്ളെങ്കിലും ഉള്ള സമയം കൊണ്ട് നമ്മൾ മാക്സിമം അൺലീഷ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടി. കാരണം ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഷോ ആണിത്. ഭയങ്കര ലക്ഷങ്ങൾ കൊടുക്കണം അല്ല പുറത്തുനിന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അവിടെ പുള്ളി പറഞ്ഞു നീ വിളിക്കൂ, ഞാൻ എന്നെ കൊണ്ട് വിളിപ്പിക്കുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കുന്നു,
അപ്പോഴാണ് പറഞ്ഞത് എന്താണെന്നറിയില്ല ചേട്ടാ, ഞാൻ അങ്ങോട്ടാ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. അല്ല, ആ. ഇങ്ങോട്ട് അത് വരണം ഞാൻ പറഞ്ഞു. ഞാൻ ചേട്ടനെ എന്നിട്ട് വിളിച്ചതല്ലേ എന്താണ് ചേട്ടാ. ഒരു ഇതില്ലാണ്ട് അപ്പൊ എന്നിട്ട് വേറെ വഴി മാർക്കറ്റിംഗ് ടീം വഴി നിങ്ങളുടെ അടുത്ത് വന്നു. ആ. എവിടെ നമുക്ക് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പോലെയാണ് നമുക്ക് പല സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ എപ്പോഴും തുറന്നിട്ടേക്കണം, അത് അടയ്ക്കൂല. പിന്നെ അതെ. നിന്റെ അടുത്തൊക്കെ എനിക്ക് തുറന്നിട്ട വാതിൽ പോലെയാണ്, എപ്പോ വേണമെങ്കിലും ചേട്ടനെ എപ്പോഴാണെങ്കിലും വരാൻ വിളിക്കാം. പറ്റും. ഒരു ഫോൺ കോൾ അകലെയാണ്. അപ്പോഴും ഞാൻ ഓർത്ത് എന്താ ഇത്ര ഫോർമാലിറ്റി ആയിട്ട് വന്നേക്കണത്, അപ്പോഴും അവൻ വിളിക്കുന്നില്ല. അല്ല, ഞാൻ വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. ആ. നമ്മള് ഇപ്പൊ പെട്ടെന്ന് ചെയ്യുമ്പോൾ ആ. നമ്മളന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇത് ചെയ്യായിരുന്നല്ലോ. ഇപ്പോഴും നമ്മള് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഇപ്പൊ കാർത്തിക് ഇരിക്കുന്നത്, അതെ. നമ്മളും ഇരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരു സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. അതെ, എത്തണം ചേട്ടാ. അപ്പൊ അത് മാർക്കറ്റിംഗ് ഇസ് റിയലി അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമയെ അതിൻ്റെതായ അർത്ഥത്തിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയും അവർക്ക് കാണാനുള്ളൊരു അവസരം അറിഞ്ഞില്ല എന്ന് പറയരുത്. അതെ. ഇവൻ ഞാൻ ഇതിനു മുമ്പ് ഇളയരാജ എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചാനലിൽ വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞത്. OTT-യിൽ വരുന്ന എന്നാൽ ഈ സമയത്തൊക്കെ സിനിമ അങ്ങനെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ്. ഉണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ഈ കാര്യം പറഞ്ഞത്. അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട് കേട്ടാ. സന്തോഷം. അത് അപ്പൊ അത് ഡെഫിനറ്റ്ലി ഞാൻ അത് വന്നിട്ട് ഇനി കണ്ടിരിക്കും. 29 തീയതി കണ്ടു കഴിഞ്ഞിട്ട് ഒരു അൺലീഷും കൂടി അടിക്കണം. അൺലീഷും നമ്മൾ വ്ളോഗിൽ അൺലീഷും. ആ. നമുക്ക് എവിടെയൊക്കെ അൺലീഷാൻ പറ്റും അവിടെയൊക്കെ അൺലീഷും സുഹൃത്തുക്കളെ. അപ്പോൾ പക്രു ചേട്ടാ അല്ല, പക്രു ചേട്ടനല്ല, അജി ചേട്ടാ, ടിനി ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം കുറച്ച് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിൽ. ഇനിയും വരണം പ്ലീസ്. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ. ഓക്കെ. ബൈ. Bye. ടാറ്റാ.